പകല് ദൈവവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ ചിന്തിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. ഈ സന്ധ്യയിലും ഔവണ്ണം ദൈവം തൻ്റെ കൃപ ചൊരിയട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. പകല് വായിച്ച പൂർവാക്യം ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സന്ധ്യയ്ക്കായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം. തിരുവചനം ധ്യാനിപ്പാൻ ഇന്ന് രാത്രി വിശേഷ കൃപ നൽകണം. പ്രിയപുത്രനെ ഞങ്ങളിൽ കൂടി മഹത്വപ്പെടട്ടെ. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുക. അനുഗ്രഹപ്രദമായ ഈ നല്ല സന്ധ്യയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗാഡ് പത്തനാപുരം സെക്ഷനിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പാസ്റ്റർ, മാന്യ കർത്തദാസിന്റെ കൂടെ ഈ സെക്ഷനിൽ കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന ബഹുമാന്യരായ എല്ലാ കർത്തദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, ഇന്ന് രാത്രിയിലെ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടെ സംബന്ധിക്കുന്ന ദൈവമക്കൾ, വിശേഷിച്ച് പിതാക്കന്മാർ, മാതാക്കൾ, കുഞ്ഞുങ്ങൾ, ബഹുമാനപ്പെട്ട പ്രിയ അച്ചായന്, അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് വളരെ ദൂരത്തിൽ വരുന്ന ആരെങ്കിലും ഈ ശുശ്രൂഷ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ളവർ ഏവർക്കും, വിശേഷിച്ച് ഈ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തില് ഒരിക്കൽ കൂടി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ പകല് അല്പസമയങ്ങൾ ദൈവത്തിന്റെ വചനം നമ്മൾ ധ്യാനിച്ചു. അനന്തരമായിട്ട് പ്രിയപ്പെട്ട രാജാന്റെ ഭവനത്തില് വിശ്രമിപ്പാൻ ദൈവം കൃപ നൽകി. ചെങ്കിലാത്ത ഭവനത്തിൽ പോയി ഭക്ഷിപ്പാൻ ദൈവം കൃപ നൽകി. ആ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. വീട്ടിൽ ഇങ്ങനെ ഒന്നിച്ച് ദൈവസന്നിധിയിൽ കൂടുവാൻ അവസരം ദൈവം തരുന്നല്ലോ. നമ്മുടെ കുർബാനയ്ക്കും സമയം തക്കത്തിൽ ഉപയോഗിക്കണമാണ്. നമുക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും സമയങ്ങളും തക്കത്തിൽ ഉപയോഗിച്ച് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങി കൈവിടപ്പെടാതെ ചേർത്ത് കൊള്ളപ്പെടുവാൻ ഏവർക്കും ദൈവം കൃപ നൽകട്ടെ. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവെടുത്താണല്ലോ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മക്കൾക്ക് വാരുവതല്ല നന്മയായവർ കരുതുന്നു. തന്നിലൻപുള്ള തന്മക്കൾക്ക് വാരുവതല്ല നന്മയായവർ കരുതുന്നു. ഒന്നിലും ഇടാതെ ഒന്നിലും
പകലും വൈകിട്ടും ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ കൂട്ട് ദൈവദാസന്മാർ, ഈ സെക്ഷനിലെ എല്ലാ ബഹുമാന്യ കർത്തദാസന്മാർ, ദൈവമക്കൾ, ചുമതലപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടെ നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പകല് അല്പസമയങ്ങളിൽ ദൈവവചനം ധ്യാനിപ്പാൻ അവസരം ദൈവം നമുക്ക് തന്നു. ഓരോ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവസന്നിധി നിൽക്കുമ്പോൾ ഒന്നുകൂടെ സമർപ്പിക്കാറുണ്ട്. വളരെ സന്തോഷമുണ്ട്. ദൈവത്തെ അധികമായിട്ട് മഹത്വപ്പെടുത്താറുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളെക്കാളെന്ന് പറയുന്നതിൽ കുറച്ചുകൂടെ ഉചിതം എന്നേക്കാൾ ജ്ഞാനമുള്ള, സൗന്ദര്യമുള്ള, കഴിവുള്ള, കരുത്തുള്ള ദൈവദൂതന്മാർ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിച്ചു. ദൈവം കൊടുത്തില്ല. യാതൊരു യോഗ്യതയും കഴിവും സൗന്ദര്യവും കരുത്തുമില്ലാതിരുന്ന എനിക്ക് ഈ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഭാഗ്യം നൽകി. അതിനാല് അധികമായി ദൈവത്തെ മഹത്വപ്പെടുത്തും. രണ്ട്, എന്റെ എളിയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും അനേക ശ്രേഷ്ഠരായ ദൈവദാസന്മാരുടെ ശുശ്രൂഷ പഠന ശുശ്രൂഷ കേൾക്കുമ്പോൾ എൻ്റെ എനിക്ക് അനുഭവപ്പെടാറുള്ളത് രണ്ട് കാര്യമാണ്. ഒന്ന്, നമുക്കൊന്നും അറിയത്തില്ലെന്ന് ബോധ്യപ്പെടുന്നു. എനിക്ക് ധാരാളം കർത്തദാസന്മാരും ബഹുമാന്യതയെ അറിയാം. അവരുടെ വചന ശുശ്രൂഷ വളരെ ഡീപ്പായിട്ട് ദൈവവചനമൊക്കെ പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ എനിക്ക് എന്നാലും മനസ്സിലാകുന്നുണ്ട് നമുക്കൊന്നും അറിയത്തില്ല. നമുക്കെന്ന് ഞാൻ പറയത്തില്ല, എനിക്ക് ഒന്നും അറിയത്തില്ല. രണ്ട്, കർത്താവിനോട് അധികമായ സ്നേഹമാണ്. ഇത് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഭാഗ്യം ദൈവം തരുന്നില്ല. ഈ പട്ടണത്തിൽ അനേകം പ്രഗത്ഭന്മാരുണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് രാത്രി ഒന്നിച്ചു കൂടി ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് വളരെ ബഹുമാനപ്പെട്ട ജോസൂട്ടി പാസ്റ്റർ എന്റെ ചെവി വന്ന് പറഞ്ഞു, നീ ചിന്തിക്കും എന്ന് ചിന്ത ഉണ്ടാകരുത്. എങ്കിലും നിങ്ങളുടെ സമയം അധികം കവർന്നെടുക്കത്തില്ല. കിടന്ന് കറങ്ങാതെ അവിടെ അമ്മയെ പറഞ്ഞോണ്ടിരിക്കും. അമ്മയെ ഒരാൾ വരുമ്പോൾ ഇങ്ങോട്ടോട്ടിരിക്കുന്നു, സഹോദരി ഇങ്ങോട്ട് മുന്നോട്ട് അവിടെ വിശ്രമിച്ചത് അത് കാര്യം ചെയ്തു. ഒരു യോഗമാണ്. അപ്പൊ ഇന്ന് രാത്രിയില് നാം തിരുവചനത്തിൽ അല്പസമയം ധ്യാനിക്കാൻ പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യരായ ശ്രേഷ്ഠരായ കർത്തദാസന്മാരൊക്കെ നന്നായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നവരും പഠിച്ചവരും ഞങ്ങളെ പോലുള്ളവര് എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ അന്നേരം പിടിച്ചെടുക്കുന്നവരുമാണ്. അപ്പൊ അതുകൊണ്ട് അല്പം പേടിച്ചാണ് ഞാൻ നിൽക്കുന്നത്. എന്തെങ്കിലും അപാകത വന്നാൽ അങ്ങ് പൂർക്കണം. നിങ്ങളുമല്ല. ഇത് രാത്രി അല്പസമയം കൂടെ നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. വചനത്തിന് ശക്തിയുണ്ട്. ഇതാണ് വേഗത്തിൽ ഓടുന്ന തിരുവചനമാണ്. അനുഭവത്തിയെ ഞാനാക്കുന്ന തിരുവചനം അണ്ണാക്കിന് മധുരമാണ്. ഇത് അയച്ച കാര്യം സാധിപ്പിച്ച് തിരിച്ചു വരും. അതുകൊണ്ട് രാത്രി ഈ ചിന്തയോടും ഈ വിചാരത്തോടും ഒക്കെ ഇരിക്കണം. വചനം ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. നമുക്കറിയത്തില്ല ദൈവവചനം ഏതെല്ലാം മേഖലകളിൽ ചെന്ന് ക്രിയ ചെയ്യുമെന്ന്. ഇന്ന് രാത്രി വിവിധ വിഷയങ്ങളിൽ ഞരങ്ങുന്ന ദൈവമക്കൾ ഇതിനകത്ത് കാണും. അവരുടെ എല്ലാം വിഷയത്തിൽ വചനം ക്രിയ ചെയ്തുകൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പലസ്തീനൻ 4:5 കുർബാക്യം വായിച്ചത് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പലര് പറഞ്ഞ കാര്യങ്ങൾ ഇനി ആവർത്തിക്കുന്നില്ല. സമയം തക്കത്തിൽ ഉപയോഗിച്ച് 1-2 വിഷയങ്ങളാണ് നമ്മൾ തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നത്. അതിന് പ്രാരംഭമായിട്ട് നമ്മൾ വായിച്ചത് പുറപ്പാട് പുസ്തകം 32:26 ഒരിക്കൽ കൂടി വായിച്ച സഹായിച്ചാണ്ട്. മോശ പാളയത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവൻ മോശയെ പാളയത്തിന്റെ വാതിക്കൽ നിന്ന് യഹോവയുടെ
യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അടുത്തത് എന്നാലേ ലേവ്യരെല്ലാവരും അവന്റെ അടുക്കൽ ലേവ്യരെല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. അപ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഞാൻ ഓർപ്പിച്ചല്ലോ, ആരാധിക്കാൻ അവസരം കിട്ടുമ്പോ ആരാധിച്ചോണം, പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമ്പോ പ്രാർത്ഥിച്ചോണം, കൈയടിക്കാൻ ആരോഗ്യം ഉള്ളപ്പോ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം, ശബ്ദമുള്ളപ്പോ ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. കർത്താവിന്റെ പേരേക്ക് ചുമല് കൊടുക്കുവാൻ അവസരം കിട്ടുമ്പോൾ ഉഴപ്പി മാറുന്ന സമയം തക്കത്തിൽ ഏത് വിധത്തിലും കർത്താവിന്റെ നാമത്തിന് വേണ്ടി സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇവിടെ മോശയെ ചോദിക്കുകയാണ്, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. പശ്ചാത്തല ഭാഗം നമ്മൾ ചിന്തിച്ചു വരിക. എന്നാൽ ലേവ്യരെല്ലാരും കൂടെ അവന്റെ അടുക്കൽ വന്നു. ദൈവത്തിന് മഹത്വം. നമുക്കറിയാം, പിതാവ് ലേവിയെ പ്രയാഗിയാണ്, ശപിച്ചതാണ്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം നമ്മൾ പകല് ഓടിച്ചെന്ന് ചിന്തിച്ചു. ഗോത്രപിതാവാകുന്ന യാക്കോബ് 147 വയസ്സിൽ മരിക്കാറായി. 130 വയസ്സിൽ മിസ്രയീമിലെത്തി. അതുകൊണ്ട് ഫറവോനും യാക്കോബും തമ്മിൽ കണ്ടപ്പോൾ ഫറവോൻ ചോദിച്ചു, പേരെന്താന്ന് ചോദിച്ചു. പേര് യാക്കോബ്. എന്തുകൊണ്ട് പ്രായമെന്ന് ചോദിച്ചു. ഇന്നെങ്ങാനും ചോദിക്കും, കണ്ടിട്ട് എന്നാ തോന്നുന്നതാണ്. നമ്മൾ ഇച്ചിരി, ഞാൻ അങ്ങനെയൊക്കെ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇച്ചിരി നന്നായിട്ട് കുറച്ച് പറയും, ഒരു മനോസുഖം ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്താണ്. കുറച്ച് പറയും. നമ്മൾ കുറച്ച് പറയുന്നത് കേൾക്കാനായി ചോദിക്കുന്ന എത്രയുണ്ടെന്ന് കണ്ടിട്ട് തന്നെ. ഇപ്പൊ കണ്ടാലൊന്നും അറിയില്ല, അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട്. അപ്പൊ യാക്കോബ് പറഞ്ഞു, എന്റെ പേര് യാക്കോബ്, എന്തുകൊണ്ട് പ്രായം. അപ്പോൾ പറഞ്ഞ പെട്ടെന്ന് പ്രായം മാത്രമല്ല പറഞ്ഞത്, അല്പ പദം ചേർത്താ പറഞ്ഞത്. എന്തുവാ പറഞ്ഞേ? എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130. പിതാക്കന്മാരോളം എത്തിയിട്ടൊന്നുമില്ല. ഈ പ്രായം ചോദിക്കരുതെന്ന സാധാരണ ഒരു പറച്ചില്. ഞങ്ങളുടെ അച്ഛൻ പറയും, സ്റ്റേജും ഏജും പേജും ഒന്ന് ചോദ്യത്തിൽ ഇംഗ്ലീഷ് ഇരിക്കട്ടെ. ഞാൻ പലത് വന്നതല്ലേ, തെറ്റിയോ? ഇതൊന്ന് ചോദിക്കരുതെന്നാണ്. എന്തായാലും ഭരവൻ ചോദിച്ചു പ്രായം. അവർ പറഞ്ഞത്, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130. പിതാക്കന്മാരോളം ആയിട്ടില്ല. പിന്നെ ഒരു 17 കൊല്ലം മിസ്രയീമിൽ പാർത്തു. അങ്ങനെ 147 വയസ്സിലാണ് യാക്കോബ് മരിക്കുന്നത്. അബ്രഹാം മരിച്ചത് എത്ര വയസ്സിലാണ്? 175. ഇസഹാക്കോ ഇസഹാക്ക് എന്നാമേ മരിച്ചെന്നാണോ മരിച്ചില്ലെന്നാണോ? ഇസഹാക്ക് എത്ര വയസ്സിലാണ് മരിച്ചെന്ന്? ചില എഴുത്ത് കുറവുണ്ട്. ഇതായിരിക്കും തപ്പ്. ആരോടെ പറഞ്ഞോ? 180 കണ്ടുപിടിച്ചല്ലയോ? അബ്രഹാം 175 വയസ്സും മരിച്ചു. ഇസഹാക്ക് 180 വയസ്സ്. യാക്കോബ് 147 വയസ്സ്. യോസേഫോ 110. യോശുവായോ 110. മോശയോ 120. അഹരോനോ രണ്ടല്ല 3. അമ്മയിൽ ഇച്ചിരി പ്രായം കുറയ്ക്കുമെന്നാണ് തോന്നുന്നത്. ദാവീദോ ഇപ്പൊ നിങ്ങൾ
ചിന്തിക്കുക അയാൾ ഈ ചത്തകണക്കെല്ലാം പറയാൻ വന്നതാണോ? ചത്തകണക്കല്ല വിഷയം. ഈ പുസ്തകത്തിലെ ഒരു വാക്യമുണ്ട്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ. അപ്പൊ ഇത് എണ്ണണം, നാളുകളെ എണ്ണണം, അത്യാവശ്യമാണ്. ഞാൻ എണ്ണും, നാളുകളെ എണ്ണണം. ഈ ഭൂമിയിൽ ഇപ്പം വന്നിട്ട് എത്ര ദിവസമായി, ഇനി എത്ര ദിവസം കാണും? അത് കൃത്യം പറയാനൊക്കത്തില്ലെങ്കിൽ ഒന്ന് എണ്ണി വെക്കുന്ന നല്ലതാണ്. ഒരു സാധാരണ ഒരു കണക്ക് പറയാം, പഴഞ്ഞത് ഓടെ ഒരു കണക്ക്. 80 വയസ്സ് വരെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ, അച്ഛന് 82 എത്ര അച്ഛൻ? അച്ഛൻ ഭാഗ്യവാനാണ്. അല്ല, ശരീരത്തിന് അങ്ങനെ നമ്മുടെ ആശുപത്രിയിൽ കുഴപ്പമില്ല. 80 വയസ്സ് വരെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചാൽ 80 വർഷം എത്ര ദിവസം ജീവിക്കും? തേനീച്ചടകുമ്പോൾ ആരിലും ഒരാൾ എഴുന്നേറ്റ് പറയണം. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാം, എന്നോട് ശ്രദ്ധിച്ചേ. ഒരു സെക്കൻഡ് ഇങ്ങനല്ലേ? ഒരു സെക്കൻഡ് എത്ര സെക്കൻഡ് അങ്ങോടെ? ഒരു മിനിറ്റ്. ഞാൻ വേറെ ചോദ്യം തരാം. 60 സെക്കൻഡ്. എത്ര മിനിറ്റ് ആണ് ഒരു മണിക്കൂർ? 60. അവനെ പേടിക്കുന്നുണ്ട്, അവനോട് ചോദിക്കാം. എത്ര മണിക്കൂറാണ് ഒരു ദിവസം? 24. വിടുക. എത്ര ദിവസമാണ് ഒരാഴ്ച? 7. നല്ല കണക്കാ. ദിവസത്തിന് അല്പം അന്തരം ഉണ്ടെങ്കിലും ഓടെ ഒരു കണക്ക്. എത്ര ആഴ്ചയാ ഒരു മാസം? 4. എത്ര മാസമാണ് ഒരു വർഷം? 4. കുറഞ്ഞെന്നാണോ കൂടുതലാണോ? വളരെ സങ്കടത്തോടാണ് പറയുന്നത്. അപ്പോൾ 12 മാസം ഒരു വർഷം. ആ ഒരു വർഷത്തിൽ എത്ര ദിവസമാണ് ഒരു വർഷം? 360. കാലുണ്ട്, അവിടെ നിൽക്കട്ടെ. അപ്പൊ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ 80 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എത്ര ദിവസം ഇവിടെ ജീവിക്കും? നേരത്തെ കൂട്ടി വെച്ചേക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. 29,200 അച്ചാനതൊക്കെ കഴിഞ്ഞു. അതാണ് പറഞ്ഞ ഭാഗ്യവാനാണ്. ദൈവത്തിന് മഹത്വം. അപ്പൊ 29,200. അപ്പം ഒരു 800 കൂടെ അങ്ങ് ചേർത്ത് 30,000 അങ്ങ് തയ്ക്കേ. അങ്ങനെയെങ്കിലേ 30,000 ദിവസം ഞാനും നിങ്ങളും 80 വയസ്സ് വരെ ജീവിക്കുന്നെങ്കിൽ അല്പം കൂടെ വ്യത്യാസമുണ്ട്. ഒരു കണക്ക് തയ്ക്കാനാണ്. ഈ 30,000 ദിവസം ഇവിടെ ഭൂമിയിൽ ജീവിച്ചാൽ കഴിഞ്ഞു. സന്തോഷമുണ്ട്. ഈ 30,000 ദിവസത്തില് കർത്താവിന് വേണ്ടി നമ്മൾ എന്തും വേണ്ടും ദിവസം ചെലവാക്കണം. പിണങ്ങാതിരിക്കാങ്കില് ഒരു സാധാ ഒരു കണക്ക് പറയാം. ഈ 30,000 ദിവസത്തില് ഒരു മിക്കവരും 10,000 ദിവസം ഉറങ്ങി തീരുക. കാരണം 24 മണിക്കൂറില് മിക്കവരും 8 മണിക്കൂർ ഉറങ്ങുന്നവരുണ്ട്. ഡോക്ടേഴ്സ് അങ്ങനെ പറയുന്നത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അത് കൃത്യമായിട്ട് പാലിക്കുന്ന ആൾക്കാരുണ്ട്.
അങ്ങനെയെങ്കിൽ 1/3 10,000 ദിവസം പറ ഉറങ്ങി തീർന്നു. 20 കുളി നന ദിനചര്യകള്, അതിലുപരി ഭക്ഷണം. കുറഞ്ഞത് സാധാരണ നമ്മുടെ കേരളത്തിന്റെ രീതി വെച്ച് 3 നേരം കഴിക്കുന്നുണ്ട്. ആ 3 നേരത്തെ ഭക്ഷണം, കുളി നന, ഒരുക്കത്തിന്റെ കാര്യം എല്ലാവരും ഒരേ രീതി അല്ലെങ്കിലും മിക്കവരും ഏറെ സമയം ഇന്ന് തന്നെ എന്ത് മെനക്കെട്ടായി പരുവത്തിനെങ്കിലും വന്ന് ഇരിക്കുന്നത്. എല്ലാവരുടെയും കാര്യമല്ല. അപ്പൊ ഇങ്ങനൊക്കെ എല്ലാം കൂടെ എടുത്താൽ അത് ഒരു 10 അങ്ങ് തീരും. അത് ഒരു 10 പോകും. പോയിട്ട് എത്രയുണ്ട്? ആ 10,000-ത്തിലെ കല്യാണം, അടിയന്തരം ചടങ്ങുകള്, ബന്ധുവീട് സന്ദർശനം, പിന്നെ മറ്റ് പ്രശ്നങ്ങൾ തീർക്കാനും പോകാനുള്ള പോക്ക് വരവ്, മറ്റ് അനാപത്ത് ചെലവുകൾ, അതെല്ലാം കൂടെ നിങ്ങൾ യോജിക്കത്തില്ല. എല്ലാം കൂടെ തീർത്താൽ അത് ഒരു 5,000 അങ്ങ് കളയണം. പോയിട്ട് 80 വർഷം ജീവിക്കുന്ന എല്ലാവരുടെ കാര്യമല്ല. ഒരു മനുഷ്യൻ ഈ 30,000 ദിവസത്തിൽ ഏതാണ്ട് ഒരു 5,000 ദിവസമേ, അതും 5,000 നമുക്ക് കൂട്ടാനൊക്കത്തില്ല. 60 വയസ്സിലാണ് രക്ഷിക്കപ്പെടുന്നത് ചിലര്, അല്ലെങ്കിൽ 40 വയസ്സിലാണ് രക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങേയറ്റം പറ്റുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. ഞാൻ 1 തുടങ്ങിയ 80 വയസ്സിന്റെ കണക്ക് പറഞ്ഞത്. ജീവിതത്തിന്റെ മധ്യാഹ്ന ഭാഗത്ത് രക്ഷിക്കപ്പെടുന്നവരുണ്ട്, ജീവിതത്തിന്റെ അന്ത്യസമയത്തോട് അടുക്കുമ്പോൾ രക്ഷയിൽ വരുന്നവരുണ്ട്. വരട്ടെ. അങ്ങനെയൊക്കെ വെച്ച് നോക്കിയാൽ പ്രിയരെ, നമ്മൾ എത്ര ദിവസം ദൈവത്തിന് വേണ്ടി ചെലവാകും? സങ്കീർത്തനക്കാരൻ അതുകൊണ്ട് പറയാം, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഒന്ന് ഉപദേശിക്കണം. ഇന്ന് രാത്രി ഈ സെക്ഷനിലുള്ള ആദരണീയ കർത്തദാസന്മാർ, ദൈവമക്കൾ എല്ലാവരുടെ വളരെ വിനീതമായി ഓർപ്പിക്കുക, നമ്മുടെ നാളുകളെ ഒന്നാണ്. നമ്മൾ ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് എത്ര സമയമെടുക്കുന്നു? ഇവിടെ എല്ലാവരും ബിസിയാണ്. സഭായോഗ വളരെ ബുദ്ധിമുട്ടിയാ ചിലര്. ഞാൻ എന്നെ കൂടെ പ്രതിയാക്കി പറയാ, ചിലര് ഇതൊരു ചടങ്ങായിട്ട് നടത്തിയിട്ട് പോവുക. സൂക്ഷം 10 തുടങ്ങി സൂക്ഷം 12 നിർത്തി. സമയത്തിന്റെ ക്ലിപ്തത നല്ലതാ, എന്നാലും ഞാന് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, രാജ്യമൊന്നും പറയുന്നില്ല, പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, സമയത്തിന് വളരെ വിലയാണ്. അത് നല്ലതാണ്. ഡ്യൂട്ടിക്ക് പോകേണ്ടവരും വരേണ്ടവരുമുണ്ട്. അതുകൊണ്ട് ആരാധനയ്ക്ക് ശുശ്രൂഷിക്കും വളരെ സമയക്ലിപ്തതയാണ്. അത് നല്ലതുമാണ്. ദൈവദാസന്മാർ 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പോട്ട് പോയാൽ, അല്ലെങ്കിൽ ആരാധന നീണ്ടാൽ പ്രശ്നമുണ്ടാകുന്ന സ്ഥലങ്ങളുമുണ്ട്. എന്നാൽ അങ്ങനെയുള്ളിടത്ത് ഞാൻ വേറൊരു കാര്യം കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഒരു സമയക്ലിപ്തത ഇല്ല, നല്ല പെരുക്കേ പോവുള്ളൂ. ഞാൻ ചിലരെ ശ്രദ്ധിക്കും, 3-4 പ്രാവശ്യം പോയി എടുത്തോണ്ട് ഹനുമാൻ മല കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവന്ന് മാവളെ കൊടുക്കുന്നത് ഇല്ല. മറ്റേ കുന്തമുണ്ടല്ലോ, വത്തിക്കുള്ളതല്ല, എല്ലാവരുടെയും കാര്യമല്ല. അല്ല, അവന്റെ ആക്കവും ശരീരപ്രകൃതിയും വിശപ്പും അനുസരിച്ച് കഴിച്ചു, എതിരല്ല. പക്ഷെ അതിന് യാതൊരു ടൈമും എത്ര നേരം വേണമെങ്കിലും എടുക്കാം, യഥേഷ്ടം എടുക്കാം. അങ്ങനെ ആയിരിക്കും. പക്ഷെ ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രമാണ് കൃത്യത. ഞങ്ങള് ചെല്ലുമ്പോഴൊക്കെ പറയുന്നു, സൂക്ഷം 12 നിർത്തണം. സൂക്ഷം 12 ഞാൻ നിർത്തുകയും ചെയ്യും. ആ പറയുന്ന സമയത്ത് നിർത്തും. അങ്ങനെ എനിക്കറിയാം. അത് പകൽ മനസ്സിലായല്ലോ, വൈകിട്ട് മനസ്സിലാകും. പക്ഷെ അവിടെ ഇത് കഴിഞ്ഞേച്ച് പറയുക, കൃത്യം 1 മണിക്കൂർ കൊണ്ട് അല്ലെ 1/2 മണിക്കൂർ കൊണ്ട് ഭക്ഷണം കഴിച്ചു പോകണമെന്ന് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. പ്രിയരെ, ഈ ഭൗതിക ശരീരത്തിന് ആ വിധത്തിൽ നമ്മൾ
സാഹചര്യം ഒരുക്കി കൊടുക്കുന്നെങ്കിൽ അകത്തെ മനുഷ്യന് എന്തും വേണ്ട അവസരം ഒരുക്കി കൊടുക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി കടന്നു വന്ന് എല്ലാവരും തന്നെത്താൻ ഒരു ശോധന ചെയ്യണം. നമ്മുടെ നാടുകളെ ഒന്നണം. കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? എത്ര ദിവസം പ്രവർത്തിച്ചു? എത്ര മണിക്കൂർ പ്രവർത്തിച്ചു? എന്തോ പ്രവർത്തിച്ചു? അവനവ തന്നെത്താൻ ശോധന ചെയ്ത് ഇന്ന് രാത്രി ഭക്തൻ പാടിയത് പോലെ ഞങ്ങളുടെ നാടുകളെ എണ്ണുവാൻ ഞങ്ങള് ആത്മാവിനെ കരുതിടാതെ, അന്തമോർക്കാതെ, ആത്മാവിനെ കരുതിടാതെ, അന്തമോർക്കാതെ, എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ ഒടുവിലെന്താകും? എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ ഒടുവിലെന്താകും? ആമേൻ. ഭൂലോകത്തെ കാലനീകൾ അതല്ല നമ്മള് തമ്മിൽ ഓർത്തു വരുന്ന സമയം പോകും. നമുക്ക് ഒടുവിലൊരു പാട്ട് പാടുമ്പോൾ ഒന്നിച്ചു ഭൂലോകത്തെ കാലനീകൾ വിലയുള്ള നിന്റെ ആത്മാവിനെ കരുതിടാൻ അന്തമെന്താകും? ആത്മാവിനെ കരുതിടാൻ അന്തമെന്താകും? ഇന്ന് രാത്രി നമ്മുടെ ആയുസ് എത്ര എന്നതിനെ അറിയിക്കണമെന്ന് പ്രാർത്ഥിക്കണം. നാടുകളെ ഒന്നങ്ങണം. ഞാൻ ബാലം അങ്ങെടുക്കുക. അബ്രഹാം 175 വയസ്സിൽ, ഇസ്ഹാഖ് 180, യാക്കോബ് 147, യോസേഫ് 110, മോശ 120. ദാവീദിനെ പറ്റി പറയുന്നത് 70 വയസ്സുണ്ട്. കാരണം 30-ാം വയസ്സിൽ രാജാവായി 40 കൊല്ലം ഭരിച്ചു. അങ്ങനെയൊക്കെ ആ കണക്ക് പറയുന്നത്. അവിടെ ഇരിക്കട്ടെ. അവൻ സ്തോത്രം. ഒരു സ്ത്രീയുടെ കണക്ക് മാത്രമേ മരിച്ചതിനെ പറ്റി പറയുന്നുള്ളൂ. സാറായി 127 വയസ്സ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമപ്പെടുത്തി മുമ്പോട്ട് പോകണം. അതെ, അങ്ങനെ യാക്കോബ് 147 വയസ്സ് മരിക്കുമ്പോൾ തന്റെ തലമുറകളെ എല്ലാം വിളിച്ച് ഭാവികാലം സംബന്ധിച്ച് അവരോട് ദൂത് പറയുന്നതാണ് ഉൽപ്പത്തി പുസ്തകം 49:1 മുതൽ താഴോട്ട്. അങ്ങനെ ദൂത് പറഞ്ഞ കൂട്ടത്തിൽ ശിമയോനെ ലേവിയെ ശപിച്ചു. അതാണല്ലോ 5-ാം വാക്യം. ഒരിക്കൽ കൂടി വായിക്കാം. ശിമയോനെ ലേവിയെ സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ, എന്നുള്ളവരെ അവരുടെ മന്ത്രത്തിൽ കൂടരുത്, മനമേ അവരുടെ യോഗത്തിന്. അപ്പോൾ ശിമയോനെ ലേവിയെയും അവർ രാഗി ശപിച്ചു. അതിന് കാരണമുണ്ടല്ലോ. നാം പുസ്തകത്തിൽ വായിക്കുന്നത് പെങ്ങള് നാട് കാണാൻ പോയി. ആ നാട് കാണാനില്ല, ഒരു എന്തുവാ പറയുന്നത്, എന്തുവാ അമ്മ പറയുന്നത്, ശേഖേമിലെ അതിന് സൈമൺ സാർ കൊടുത്തിരിക്കുന്നത് ദീനാചരിതമാണ്. വലിയ ചരിതമാണ്. അപ്പൊ സാർ അതിനകത്ത് ഒരു വഴി കൊടുത്തിരിക്കുന്നത് കാഴ്ചകൾ കണ്ട് ആഴ്ചകൾ നീളുമ്പോൾ വീഴ്ചകൾ വന്നിടും ദുഷ്പഥത്തിൽ. മനസ്സിലായിട്ടാണ്. കാഴ്ച ഇവിടെ നാട് കാണാൻ പോയതാണ്. അവിടെ പ്രത്യേക നടനം നൃത്തമുണ്ട്. അതിന് പോയതായ ഇവളാണ്. ഇവിടെ ബന്ധുക്കോസുകാരിയാണ്. നമ്മുടെ ശൈലി പറയുക പഴയ ബന്ധുക്കോസാണ്. എവളോട് ചോദിച്ചാൽ ഇവള് പറയും എന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന്. ആരാ? ദീനാണ്. കാരണം എവിടെ ഫാദർ? ജേക്കബിന്റെ അപ്പൻ ഐസക്, ഐസക്കിന്റെ അപ്പൻ ഏബ്രഹാം സാറ്. ഓ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ എവളോട് ചോദിച്ചു പറയാം എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഫാദറാണ്, അപ്പച്ചനാണ് ഇവിടുത്തെ. ഈ പത്തനാപുരത്തിൽ ആരംഭകാലത്ത് ഇറങ്ങിയ പലരെ പറ്റി കേട്ടിട്ടുണ്ട്. എങ്കിലും പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വരുന്ന 3 പേരെ പറ്റി പറയാറുണ്ട്. ഒന്ന് പൊയ്കയിലെ ഉമ്മച്ചനപ്പച്ചനെ, പടകോട്ട പാപ്പിച്ചായനെ. വേറെ ആൾക്കാരുണ്ട്, കയറി ഉടക്കരുത്. തനിക്ക് അവരുടെ പേര് മാത്രം വായി വന്നോളൂന്നൊന്നും കയറി ചോദിക്കരുത്. മണക്കാല മൂപ്പൻ, ഇതൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഇപ്പൊ മൈക്ക് എന്തെങ്കിലും ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. നിങ്ങളെ തന്ന വേറെ പേര് നിങ്ങൾ പറയും. അവരെ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, അവരുടെ നല്ല പ്രവർത്തികൾക്കായി. അപ്പോ ഈ ദീനാനെ വിളിച്ച് ചോദിച്ചാൽ ഇവിടെ പറയാം ഞങ്ങൾ അതിന് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ്. പക്ഷെ ഇപ്പൊ ഫിനിഷിങ് എവിടെ പോയി നിൽക്കുക ഉണ്ടെന്നില്ല. ശരിയില്ല. ഇവിടെ അവിടുത്തെ നൃത്തം കാണാൻ പോയെന്ന്. ആദ്യ ഒരിക്കല് സ്ത്രീകള് ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഒരുങ്ങി ഒരു നടനവും നൃത്തവും ഒക്കെ ഉണ്ട്. ഇപ്പൊ അത് നമ്മുടെ പെന്തിക്കോസിലും വന്ന് ഭവിച്ചിട്ടുണ്ട്. അതിന് ഒരു ആത്മീയ പേരിട്ടിട്ടുണ്ട്, ആക്ഷൻ സോങ്. മനസ്സിലാകുന്നില്ലല്ലോ? അതെ,
വലിയ വകഭേദമാണ്. അതവിടെ നിൽക്കട്ടെ, എന്നെ തുറച്ചൊന്നും നോക്കരുതേ. ശൂന്യങ്കാരി പറഞ്ഞ പോലെ എനിക്ക് ഇരുന്നറ പറ്റിയിരിക്കാനും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാനും എന്നെ നിന്റെ നോട്ടം എന്റെ നിന്ന്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോയി 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 ചരിത്രം ഒക്കെ പറയുന്നത് ഇവളും അവരുടെ കൂടെ ആടാൻ പോയെന്ന്. ഞാന് പെന്തിക്കോസുകാരോട് ഒരു കാര്യം പറയാം. ഏതാ? മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വെള്ളത്തിന് മുമ്പിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് തിരുമേശയെടുക്കുന്ന പെന്തിക്കോസുകാരോട് പറയാം, നിന്റെ പെണ്ണിനെ നിന്റെ ചെറുക്കനെ കലോത്സവത്തിനും കുച്ചുപിടിക്കും ഡാൻസിനും ഒന്നും വിടരുത്. കണ്ണുമൊക്കെ എഴുതി പൊട്ടുമൊക്കെ തൊട്ട ഇവിടെ ഉണ്ണിയാർച്ചയുടെ പേര് സ്ഥലമൊന്നും പറയുന്നില്ല. പാഷയുടെ മോള ഉണ്ണിയാർച്ചയായി ചുരുങ്ങിയായിട്ട് അവള് സ്റ്റേജിൽ കയറുന്നു. ഇതൊന്നും ദൈവമക്കൾക്ക് ഭൂഷണമല്ല. കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, അവരെ ചെറുപ്പത്തിൽ നിന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ശീലിക്കണം. 119 സങ്കീർത്തനം കാണാതെ പറയിപ്പിച്ച് ട്രോഫി മേടിച്ച് ഷോക്കേസ് വെക്കുന്ന നല്ല വിഷയം. അത് നല്ലതാ. അതിനുപരി ഇവരെ പത്യോപദേശത്തിൽ വളർത്തണം. മനസ്സിലായി കാണും. പിള്ളേരുടെ ട്രോഫി എല്ലാം ഇങ്ങനെ ചില വീടുകളിൽ ചെല്ലുമ്പോ അത് നല്ല കാര്യമാണ്, അഭിനന്ദിക്കുന്നു. പക്ഷേ പ്രണയം വിട്ട് വചനം വിട്ടുള്ള ട്രോഫി ഒന്നും മേടിക്കരുത്. ദൈവമക്കൾ വളരെ സൂക്ഷിക്കണം. കുഞ്ഞിനെ അറിയത്തില്ല. അപ്പോൾ അത് ചെറുപ്പത്തിലെ അവരെ പറഞ്ഞ് പഠിപ്പിച്ച് ശീലിപ്പിച്ച് നന്നാക്കി കൊണ്ടുവരണം. ഞാൻ ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല, പറയാൻ ഒത്തിരി ഉണ്ട്. ഇപ്പോഴത്തെ ആൾക്കാരുടെ രീതി പോക്കുമൊക്കെ പോട്ടെ. ഇപ്പൊ ഒത്തിരി ദീനാമ്മമാര് ആത്മീയ രംഗത്തുമുണ്ട്. ഞാൻ അടുത്ത കാലത്ത് ഒരു വിവാഹ ശുശ്രൂഷ, അത് വലിയ പ്രശ്നമായി. എനിക്ക് വലിയൊന്നും വിഷയമല്ല. മറ്റേ ടി വി തോമസ് സാറിനെ അമ്മ പറഞ്ഞ പോലെ 6 കവിഞ്ഞൊടിക്കപ്പം പമ്പയാറ് നീന്തി കിടന്ന് എനിക്കാണോ കൈത്തോട് വിഷയം. എന്ത് കാര്യമാക്കാറില്ലെങ്കിൽ പറയും. ഒരു വിവാഹ ശുശ്രൂഷയിൽ ഞാനും ഉണ്ട്. പെന്തിക്കോസിലെ പ്രഗത്ഭന്മാരെല്ലാം സോപ്പും കൂട്ടുവിട്ട് നിരന്നിരിക്കുക. പാടാൻ വന്നൊരു പെങ്കച്ച് തലേ തുണി പോലുമില്ല, ഒരെണ്ണം വേണ്ടിയില്ല. കാരണമുണ്ട്, പാടാൻ വന്ന പെങ്കോച്ചിന്റെ പിടിപ്പുള്ള വീട്ടിലെയാ. എളിയുടെ തലേ വാദം പോയിച്ചോളൂ. ഒത്തിരി വേണ്ടിയില്ല. അതേസമയം അത് സാധുവായ ഒരു പെങ്കോച്ചായിരുന്ന യുവമാരെല്ലാം കൂടെ അതിനെ എടുത്തിട്ട് എന്നെ നിങ്ങൾ പമ്മുന്നേ ഉടനെ അടിയത്തെ കമ്പനി കുട്ടി രാത്രി തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഇനി ഒരൊറ്റ സ്റ്റേജിൽ കേട്ടരുത്, അങ്ങനെയാണ് അപ്പിടി ഇപ്പിടി. ഇത് ചില പിടിപ്പുള്ളതായതുകൊണ്ട് സഭത്തിൽ പറയുന്നില്ല. ഞാൻ എന്തുവായിട്ടെന്നോട് നിന്ന് ഇന്ന് 2 അറിഞ്ഞേ പോകുന്നത് ഞാനും കണ്ടു. എനിക്ക് അവസരം കിട്ടിയപ്പോൾ ഞാൻ തേജോപതമൊന്നും ചെയ്തില്ല. പൊതുസഭയിൽ ഞാൻ പറഞ്ഞു, മോളെ ഇങ്ങനെ തന്നെ പറഞ്ഞു, മോളെ ഇതൊരു ആത്മീക ശുശ്രൂഷയാണ്. അതിന് കാരണം ദൈവദാസന്മാര് പ്രാർത്ഥിച്ച ഈ ശുശ്രൂഷ ആരംഭിച്ചിരിക്കുന്നത്. അത് പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നത് വരെ ദൈവമക്കളായ സഹോദരിമാര് തലേന്ന് മൂടുപടം മാറ്റരുത്. ചില കാര്യത്തിൽ എങ്ങനെ ഇടുന്ന ഇതൊക്കെ കാണിക്കാനും കൂടെ ആയതുകൊണ്ട് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇടേണ്ടത് മനസ്സിലാക്കും. നോക്ക, അങ്ങനെയാണോ കിടക്കുന്നത് നോക്ക്. ഒരു കാര്യം ദൈവദാസൻ എന്നുള്ള നിലയിൽ പറയാം. വിവാഹ ശുശ്രൂഷയ്ക്കാന്തേലും ശവസംസ്കാര ശുശ്രൂഷയ്ക്കാന്തേലും ഏത് ശുശ്രൂഷയ്ക്കാന്തേലും ദൈവത്തിന്റെ ദാസന്മാർ പ്രാർത്ഥിച്ച് യോഗം ആരംഭിച്ചാൽ
അവൻ സംബന്ധിക്കുന്ന വിശേഷിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച മാന്യ സഹോദരിമാരും മുഴുവൻ ആ ശുശ്രൂഷ തീരുന്നത് വരെ മൂടുപടം മാറ്റരുത്. അതിന്റെ പ്രമാണമുണ്ട്. ഇത് ആടെ വിവരിക്കുന്നില്ല. ഞാൻ ആ മോളോട് പറഞ്ഞു, വളരെ വിനയമായിട്ടാണ് പറഞ്ഞത്, മോളെ ഇതൊരു ആത്മീക ശുശ്രൂഷ. ഞാൻ കാണിച്ചു കൊടുത്തു ഇങ്ങനെ എഴുതുന്നു. ഞാൻ കഴിക്കാതായി പോകുന്നതിന് വേറെ കാര്യമുണ്ട്. എന്തിനാ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വയ്ക്കുന്നത്? അല്ല, ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? കൊടുക്കണം. നമ്മളല്ലേ ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മളാ ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? എല്ലാവരും പൂർണ്ണരല്ല, എല്ലാവരും തികഞ്ഞവരല്ല. ഓരോ ദിവസവും നമ്മൾ നമ്മെ ക്രമീകരിച്ച് ജീവിതത്തിൽ മാറ്റേണ്ട നീക്കേണ്ടതെല്ലാം നീക്കി മാറ്റി നമ്മെ ഒന്നും കൂടെ ഒരുക്കുക കർത്താവിന്റെ വരവിൽ. ദൈവത്തിന് മഹത്വം. അപ്പൊ തീര ഇങ്ങനെ നാട് കാണാൻ പോയി ശേഖരനെ ഇഷ്ടപ്പെട്ടവളെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോയി കല്യാണം ആലോചിച്ച് ഉറപ്പിച്ച് അപ്പൻ്റെ അടുക്ക വന്ന് ആലോചന പറഞ്ഞു. അപ്പൊ അപ്പച്ച പറഞ്ഞു, ഞങ്ങള് ബന്ധിക്കോസാന്ന് പറഞ്ഞു. അയ്യോ, അത് അവള് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് അവള് സ്തോത്രമൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലായി ബന്ധിക്കോസാണ്. അങ്ങനെ കല്യാണമൊക്കെ ഉറപ്പിച്ചു. അപ്പച്ച പറഞ്ഞു, ഞങ്ങൾക്ക് സഭയ്ക്ക് ഒരു പ്രമാണമുണ്ട്, സ്നാനപ്പെട്ടവരുടെ കൂടെ കല്യാണം. രക്ഷിക്കപ്പെടുന്നത് പിന്നത്തെ കാര്യമാണ്. കല്യാണം കഴിക്കുമ്പോൾ അവൻ തന്നെ രക്ഷിക്കപ്പെട്ടോളൂ. പിന്നെ അതിനന്ന് മുതൽ മനസ്സിലാകും, സ്വർഗമുണ്ട്, നരകമുണ്ട്, ചാകാത്ത പുഴു, കെടാത്ത അതിനവൻ തന്നെ തുള്ളിക്കൊണ്ടവൻ രക്ഷിക്കപ്പെട്ടോളൂ. പക്ഷെ ഞങ്ങൾക്കൊരു വ്യവസ്ഥ, സ്നാനപ്പെട്ടവരുടെ കൂടെ കല്യാണം കഴിക്കും. അപ്പം വന്നവര് പറഞ്ഞു, അവളെ കെട്ടാൻ വേണ്ടി അവൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അപ്പൊ പറഞ്ഞു, അവൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും സ്നാനപ്പെടാൻ പുസ്തകത്തിന്റെ കാലത്ത് കൂട്ട സ്നാനം. അങ്ങനെ അപ്പൻ അവരുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു. പക്ഷേ അപ്പന്റെ അനുവാദമില്ലാതെ, അപ്പനോട് ആലോചന ചോദിക്കാതെ, അപ്പന്റെ ഇംഗിതം അറിയാതെ അപ്പനെ കവർ ചെയ്ത് ശിമയോനും ലേവിയും അവൻ വാളെടുത്ത് വേദനപ്പെട്ടിരിക്കുന്ന ശേഖരന്മാരെ മുഴുവൻ വെട്ടിക്കൊന്നു. ഈ വിഷയത്തിൽ യാക്കോബിന് വലിയ മനോദുഃഖമുണ്ടായി. യാക്കോബ് അവിടെ പറയുന്ന ഒരു പദമുണ്ട്, അവൻ ഈ കനാന്യരുടെയും പേർഷ്യരുടെയും ഇടയിൽ നിങ്ങളെ നാറ്റിച്ചു വിഷമത്തിലാക്കി. അതിന്റെ 34:30 ഒന്ന് വായിച്ചേ. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാന്യരുടെയും മോനെ ഈ മൈക്ക് ഇച്ചിരി ഇങ്ങോട്ടൊന്ന് വെക്കുകയാണ്. എനിക്ക് തൊണ്ടയ്ക്ക് നല്ല ഇച്ചിരി ഓഡിയോ കൂടെ കൂട്ടണേ. എനിക്ക് നിങ്ങളുടെ കുഴപ്പമല്ല, എൻ്റെ തൊണ്ടയുടെ കുഴപ്പമാണ്. ദൈവത്തിന് മതത്വം പൊടിക്കൂടി ഇങ്ങോട്ട് വെച്ചു. ദൈവത്തിന് മതം. വായിച്ചാട്ടെ മോനെ, ഒന്നുകൂടെ വായിച്ചേ. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിശരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ച് അപ്പനെ നാറ്റിച്ച രണ്ടെണ്ണമാണ് ശിമയോനും ലേവിയും. പക്ഷെ ഈ വിഷയത്തിൽ ഇവരിൽ ക്രമീകരണം വരുത്താത്തത് കൊണ്ട് 147 വയസ്സിൽ യാക്കോബ് മരിക്കുന്ന സമയത്ത് ശിമയോനും ലേവിയും ത്യാഗി ശപിച്ചു. അതാണ് 49-ാം അധ്യായത്തിന്റെ ആംഗിൽ വായിക്കുന്നത്. ശിമയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളവയുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനനെ അവരുടെ യോഗത്തിന് ചേരരുത്. എന്നാൽ ഇവരുടെ ഗ്രൂപ്പ് പൊളിക്ക് വന്ന് 7-ാം വാക്യം നമ്മൾ പകല് ചിന്തിച്ചത് അതുകൊണ്ട് ആ ഭാഗത്തോട്ട് പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അവൻ ശിമയോനും ലേവിയെ ത്യാഗി എന്ന് പറഞ്ഞാൽ ശിമയോനും ലേവി യോഗം വെച്ചാൽ ഒറ്റ കുഞ്ഞുങ്ങൾ പോകരുത്. നമ്മുടെ യോഗത്തിന് അവരെ ആര് ഈ ദേശത്ത് ഒരു സുവിശേഷ യോഗം നടത്തുമ്പോൾ സഭാ സംഘടന വ്യത്യാസം കൂടാതെ എല്ലാവരും അതിൽ സംബന്ധിക്കുന്നതാണ് ദൈവത്തിന് ഹിതം. എന്നാൽ ചില ഇടങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രവണത, എല്ലായിടത്തും അല്ല, ഏതെങ്കിലും ഒരു സഭക്കാർ ഒരു സുവിശേഷം വെച്ചാൽ തൊട്ടടുത്ത സഭക്കാരുടെ ഉപവാസ പ്രാർത്ഥന വെക്കും. കാരണം ഇവിടുന്ന് ആരും ഒരെണ്ണം അങ്ങോട്ട് വിശ്വാസികളും വീട്ടിലാവും. അതൊരു നല്ല പ്രവണതയാണോ എന്ന്
താനൊന്ന് ശോധന ചെയ്യണം. സ്വാർത്ഥയോടൊക്കെ ആണെങ്കിലും ക്രിസ്തുവിനെ എന്തിയോ ഉയർത്തുന്നത്. അപ്പൊ ഏതെങ്കിലും വിധത്തിലൊക്കെ ആ യോഗത്തിന് നമ്മൾ പങ്കുകൊണ്ട് സഹകരിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തണം. ഇതൊക്കെയാണ് നല്ല നടപടിക്രമങ്ങൾ. അപ്പൊ യോഗം വെച്ചാൽ ഇവരാരും പോകത്തില്ല, ഇവരുടെ യോഗത്തിന് അവരെ വിളിക്കുന്നില്ല. ദീർഘനാളുകളായിട്ട് ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ പോവുക. ചരിത്രം പറയുന്നത് ലേവി ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ടു. ലേവി അന്ന് മുതൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ തെറ്റ് വന്നു, അപ്പനെ നാറ്റിച്ചു, എടുത്തു ചാടി, ക്ഷിപ്രകോപികളാണ്, ആത്മസംയമനമില്ല. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ആത്മസംയമനമില്ലാത്ത മനുഷ്യര്. മതങ്ങളിൽ നടക്കുന്നത് പോലെ ദൈവത്തിന് മഹത്വം. ആത്മസംയമനം വേണം. അതുകൊണ്ട് ഈ രൂപനോട് പറഞ്ഞ രൂപേനെ 49-ാം അധ്യായത്തിന്റെ 1 രൂപേനെ നീ എന്റെ യാതയാണ്, എന്റെ വീഡിയോ, എന്റെ ശക്തികളുടെ യാതബലവും ശ്രേഷ്ഠതകളുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ എന്ന് പറഞ്ഞാൽ ഇവന് ആ ഒരു സ്ഥിരതയുള്ളവനല്ല. ശിവയോനും ലേവിയും അതുപോലെ ആത്മസംയമനമില്ല, ക്ഷിപ്രകോപികളായ എടുത്തിയാട്ടക്കാരാ. അതുകൊണ്ട് ലേവി ദൈവസ്ഥലത്തിൽ യഥാസ്ഥാനപ്പെട്ട കർത്താവിൽ എടുത്തിയാടി പറ്റി അപ്പനെ നാറ്റിച്ചു, അപ്പനെ വിഷമത്തിലാക്കി. അവന്റെ ആത്മസംയമനമില്ല. ഒത്തിരി അപരാധങ്ങളുണ്ട്. പക്ഷെ എന്നോടത് പുറത്ത് എന്നോട് ക്ഷമിച്ച് നീ എനിക്കൊരു അവസരം തരണം, ഇതിനകത്ത് കയറാൻ എനിക്കൊരു അവസരം തരണം. അന്ന് ലേവി ഇങ്ങനെ അവസരം നോക്കിയിരിക്കുക. കാരണം ലേവി യോഗം വെച്ച എന്റെ ഭാഷയാ. ലേവി യോഗം വെച്ച ഇവരാരും പോകത്തില്ല, ഇവരുടെ യോഗത്തിന് ലേവിയെ വിളിക്കുന്നുമില്ല. പക്ഷെ എതിർത്തില്ല, ഉടകിയില്ല. പ്രശ്നമൊന്നും ഉണ്ടാകില്ല. അവസരം ഇങ്ങനെ നോക്കിയിരിക്കുക. ദൈവമേ നീ എനിക്ക് അവന് അവസരം തരണം. അവൻ പൗലോസ് പറയാ സമയം തക്കത്തിൽ. അങ്ങനെ അവസരം നോക്കിയിരുന്നപ്പോൾ കാളക്കുട്ടി ഉണ്ടാക്കി ഇവരെ നൃത്തവും ആരാധനയും ക്രമം കെട്ട് വഴിവിട്ടെന്ന 25-ാം വാക്യം വായിക്കുന്നത് മലയാളത്തിൽ ഞാനിപ്പോഴും പറയുന്നുണ്ട്. മലയാളത്തിൽ വായിക്കുന്നത് കെട്ടഴിഞ്ഞെന്നാ വായിച്ചേ 32-25. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവരെ ഹാസ്യമാകത്തക്ക വണ്ണം അവരെ അഴിച്ചുവിട്ട് കളയാൻ. മലയാളത്തിൽ അഴിച്ചുവിട്ടെന്നും ഹാസ്യമായെന്നും കെട്ടടിച്ചെന്ന ശരിയായ ഭാഷാന്തരത്തിൽ കിടക്കുന്ന വിവസ്തവരായ നഗ്നരായി. ഈ ആരാധനയും ചാട്ടവും മേളവും ഓളവും എല്ലാം കൂടെ വന്നപ്പോൾ ഒരെണ്ണത്തിന്റെ ഉടതുണിയില്ല. സാഹചര്യം ക്രമം കെട്ട് വഴി വിട്ട് കെട്ടടിഞ്ഞ് നടക്കില്ല. അങ്ങനെ ഈ ലോകത്തും അങ്ങനെ പല ആൾക്കാരുണ്ട്, ഒരു ക്രമീകരണമില്ലാതെ പോകുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയര്, ഇതിലെല്ലാം ഒരു ക്രമീകരണമുണ്ട്. അവൾ വഴി വിട്ട് ക്രമം കെട്ട് പോയി ആ ഭാഗത്തേക്കെല്ലാം പോകുന്നില്ല, നഗ്നരായി. അതുകൊണ്ട് മോശെ ഇറങ്ങി വന്നപ്പോൾ ജനം കെട്ടടിഞ്ഞവരായി കണ്ടിയോ മോശ ചോദിക്കാം, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. അവൻ അവസരം കാത്തു നിന്ന് ലേവി കണ്ണു കാണിച്ചു. ദൈവം ഒരു അവസരം തരിക, ദൈവം ഒരു സമയം തരിക. ഇതിനകത്ത് കയറാൻ പറഞ്ഞു. ലേവി പെട്ടെന്ന് ചാടി കയറി. അപ്പോൾ മോശ ലേവിയോട് പറയാം, ഒരെണ്ണത്തിനോട് കഴിവ് തോന്നരുത്. കാലയ്ക്ക് യാഗപടപ്പെടുന്നവനും കാളയെ കണ്ട് ഉള്ളിയവനും കാളയെ കണ്ട് അടങ്ങിയവനും ആ അപ്പനാമിലും കൊള്ള അമ്മയാമിലും കൊള്ള സഹോദരനാമിലും കൊള്ള കഴിവ് തോന്നരുത്. വാളെടുത്ത് വെട്ടാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം യോഗത്തിന് വിളിക്കാത്ത ചരിച്ചു. ഇവര് യോഗം പറ്റിയിട്ട് ഇവന്മാര് വരാത്തതിന്റെ കഴിപ്പും കുറെ കാലം കൊണ്ട് സഹിക്കല്ലോ. ഒരൊറ്റ മുതൽ എന്റെ ഭാഷ ഒരൊറ്റ മുതൽ അങ്ങ് അറിഞ്ഞു. ഇതിനെ പറ്റി പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശെ പ്രവചനാന്മാരിൽ പറഞ്ഞൊരു ഭാഗം നമുക്കറിയാം. 33-8 വായിച്ചേ. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശെ ഈ വിഷയത്തെ പറ്റി പറഞ്ഞ ഭാഗം 33-8 വായിച്ചേ. എല്ലാം മോശ പറഞ്ഞത് ആവർത്തനം 33. ഉൽപ്പത്തിയാവായിരുന്നു തോന്നുന്നു. പുറപ്പാടാ, അതവിടെ പുറപ്പാട് നല്ലതാ. ആ ഉറക്കമായിരുന്നു മോളെ. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞതാ, നിന്റെ തുമ്മിയും ഊറിയും നിൻ ഭക്തന്റെ പക്കലിരിക്കുന്നു. അടുത്തത് നീ മസക്കിൽ വെച്ച് പരീക്ഷിക്കുകയും കരകരത്തിൽ പോരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ ഇരിക്കുന്നു. അടുത്ത വാക്യം, വെട്ടാൻ നിന്നപ്പോൾ അവന്റെ മനസ്സും സമർപ്പണവും രീതിയെ പറ്റി പറയാ. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച്, ഞാൻ അവരെ ഈ സഭയ്ക്കകത്ത് കയറുമ്പോ അപ്പനും ഉപ്പാപ്പനും ഒന്നുമില്ല.
പുൽപ്പിറ്റ കയറുമ്പോ ഉപ്പാപ്പന, അപ്പന, അമ്മാച്ചന, അനന്തരവന, പെമ്പളന, കൊച്ചിങ്ങണ, മരുമകന, ഇതൊന്നും പുൽപ്പിറ്റ് കയറും. അതൊക്കെ വീട്ടിൽ, അതൊക്കെ കുടുംബയോഗത്തിൽ. ഞാൻ എന്നെ കൂടെ പ്രതിയാക്കി പറയാം. ഇതിനകത്ത് നിൽക്കുമ്പോൾ, ഇവിടെ നിൽക്കുമ്പോൾ ആ ദൈവത്തിന്റെ ദാസന. പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, വെറുതെ അല്ലല്ലോ വാദിക്കുന്നത്, വെറുതെ ഒന്നുമല്ല. അപ്പൊ ഈ വാഹനത്തെ പുൽപ്പിറ്റി കയറിയപ്പോൾ എന്റെ ഭാഷ ഞങ്ങൾ പറയാം, അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാനവനെ കണ്ടുമുട്ടിയെന്നല്ല, അതൊന്നും അവരുടെ വിഷയമല്ല. അടുത്തത് സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല. പിന്നെ അത് സ്വന്തം മക്കളെന്ന് ഓർമ്മില്ല. പിന്നെ ഇങ്ങോട്ട് നിർത്തിക്കേ. ഇവിടെ കൂടുതലും അഭിഷിക്തദാസന്മാരുണ്ട്, ബഹുമാനിക്കുന്നു. എന്റെ സഹോദരന്മാരോട് പറയാം, ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ നിന്നു. അപ്പനെന്നും അമ്മയൊന്നും ഒന്നും നോക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ തലതെറ്റി പൊട്ടിക്കണമെന്നല്ല പറഞ്ഞത്. വചനം പറയുമ്പോൾ, ഉപദേശം പറയുമ്പോൾ തീർന്നു പറഞ്ഞു. സ്തോത്രം. ഞങ്ങള് അവിടെ കൂട്ടായ്മയില് നിങ്ങൾ യോജിക്കത്തില്ല എന്നെനിക്കറിയാം, എതിരഭിപ്രായം വരും. എന്നാലും ഞാന് വന്ന പശ്ചാത്തലവും വന്ന അന്തരീക്ഷവും പിന്നെ വേദപുസ്തകത്തിന്റെ ഉപദേശവും ബഹുമാനരായ അനേക ദൈവദാസന്മാരുടെ ശിക്ഷണവും എന്റെ ഗുരുക്കന്മാരും ഒക്കെ പല ആൾക്കാരാണ്. അപ്പൊ കണ്ടും കേട്ടും വചനത്തിനും ഒക്കെ പഠിച്ചതിന്റെ ഉപദേശത്തിന്റെ ഒക്കെ വെളിച്ചത്തിൽ അവിടെ തിരുവല്ലായിൽ ഒരു ചെറിയ സഭയുണ്ട്, പലരും ഓർപ്പിച്ചല്ലോ. അവിടെ തിരുമേശ നടക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, തീർത്ത കാര്യം പറയും. അപ്പോഴ് പല കാര്യം പറയും. ഒരു കാര്യം പറയാം, നിങ്ങൾ അവിടെ വന്നാൽ കേൾക്കാം എന്തുവാ പറയാമെന്ന്. അപ്പം ഞാൻ പറയും, ആഭരണം ഇട്ടുകൊണ്ട് വരുന്നവർക്ക് ഇവിടെ തിരുമേശ കൊടുക്കത്തില്ല. കൊടുക്കുന്ന സ്ഥലമുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അത് ഞാൻ പറഞ്ഞു അറിയാൻ വരെ അവരെടുക്കാതിരിക്കണ്ട. വണ്ടി ഇല്ലെങ്കിൽ ഇവിടുത്തെ വണ്ടിയെ കൊണ്ട് വിടുകയില്ല. പിണഞ്ഞിരിക്കുന്നത് അല്പം കടത്തി പറയാം. നിങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എല്ലാവരും യോജിക്കത്തില്ല കേട്ടോ, കുഴപ്പമുണ്ടാകും, എനിക്കറിയാം. വളരെ സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെട്ട ചിലരെ വന്നു. അപ്പം അങ്ങനെ തീർത്ത് പറഞ്ഞത് കൊണ്ട് അവര് അവിടെ നിന്ന് പോയി. ഒരാള് പേരൊന്നും പറയുന്നില്ല, എന്നോട് പറഞ്ഞു, ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ ചെയ്തു തരാം, എല്ലാം ഇത് തരണം. ഞാൻ പറഞ്ഞാൽ അവിടെ ചെന്നാക്കി സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്ത് പണിയെടുത്ത് ഇവിടെ. അപ്പൊ എല്ലാവരും നമുക്ക് എതിരാ, അതറിയാം. അങ്ങനെ നിന്നോട്ടെ. ഞാൻ നിങ്ങളും ഈ ദൈവപ്രമാണത്തിന് വേണ്ടി ലേവി നിന്നതുപോലെ, അല്ല ലേവി അപ്പനെന്നോ അമ്മയോന്നൊന്നും ഓർത്തില്ല, സ്വന്തം സഹോദരന്മാരെന്നും ഓർത്തില്ല, സ്വന്തം മക്കളെന്നും. ഈ ഉപദേശം പറയുമ്പോൾ, പ്രമാണം പറയുമ്പോൾ കുടുംബക്കാരും ചാർച്ചക്കാരും മക്കളും ഒന്നും വിഷയമല്ല. ഒരു കാര്യം കൂടെ കേട്ട് പറയാൻ ഇഷ്ടപ്പെടുകയില്ല പലർക്കും. സഭയിലെ ഒരു സാധാരണ വ്യക്തി, പേരൊന്നും ഞാൻ പറയത്തില്ല, ഒരു പെൺകുട്ടിയും ചെറുക്കനും തമ്മിൽ അടുപ്പമായി. അത് വലിയ പ്രശ്നമായി. സഭാ കമ്മിറ്റി കൊണ്ടുവന്നു, ചർച്ച ചെയ്തു, വിശദീകരിച്ചു, അവരുടെ വീട്ടുകാരെ വിളിച്ചു, സാക്ഷി മുടക്കി, തിരുമേശയിൽ ഒഴിഞ്ഞിരിക്കണം, അവർക്ക് പിന്നെ പോകണമില്ല എന്നുകൊണ്ട് അവര്. അപ്പൊ തന്നെ ഈ കമ്മിറ്റി കൂടിയ ആളിന്റെ മകൻ 3 കെട്ടി.
ഇവരെ ഒഴിച്ചിരുത്തിയ പുള്ളിയുടെ ഒരു പ്രധാന പങ്ക് വഹിച്ച ആള് മോനെ. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചലുണ്ട്, ഇവിടെ ഉണ്ടോ മറിയത്തിന്റെ അച്ഛൻ, ആശാന് പിഴച്ചാൽ ഏത്തമില്ലെന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ ഉണ്ട്, അങ്ങനെ തന്നെ ആയിരിക്കും. അല്ല ഭക്ഷണമായിരുന്നത് എന്തായാലും ഭക്ഷണമാണ്. നമ്മുടെ ആധുനിക ലോകത്തുണ്ടായിരുന്ന പാട്ടിട്ട് ഇൻ ചെയ്തവരെ സ്റ്റേജിൽ എടുത്തുകയില്ല. അങ്ങനത്തെ ബിരുദന്മാരുണ്ടായിരുന്നു. വേറൊന്നും പറയരുത്, കയറി ഞാൻ എന്റെ പരുവത്തിന് കൈകാര്യം ചെയ്തോളാം. ഞാൻ പറഞ്ഞാൽ ഒപ്പോടും പറഞ്ഞ ആരോഗ്യം ഉണ്ടാക്കുക പരുവത്തിന് ഞാൻ പേര് പറയരുതേ. ഒരു മനസ്സുഖം നടക്കുമ്പോൾ ആ സെന്ററിലെ ഒരു മാന്യ കർത്തദാസൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം പ്ലാന്റ് ഇട്ട് ഇൻ ചെയ്ത് ഇറങ്ങി വന്നപ്പോൾ ഈ പ്രധാനപ്പെട്ട ആളിനെ ഇഷ്ടപ്പെടാതെ വന്നു, കടക്കൂ പുറത്ത്. അപ്പൊ കാര്യം പറഞ്ഞു, ഇൻ ചെയ്തത് മൂപ്പലേക്ക് ഇഷ്ടപ്പെട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞ് ഈ ചളവൻ അമേരിക്ക ചെന്ന് നെഞ്ചത്ത് കയറ്റി ഇൻ ചെയ്ത് ഞാൻ തമാശ പറഞ്ഞതല്ല. പ്രമേയ ഉപദേശം പറയുന്ന നീ ഇവിടെ ഇത് പറയണം, അവിടെ അത് പറയണം. ഞങ്ങളുടെ നാട്ടിലൊരു പടത്തിൽ വീണ്ടും വന്ന് പറയാ, സാഹിബിനെ കാണുമ്പം ഇവിടെ ഉണ്ടല്ലോ. ഉപദേശം പറയുന്നത് ഈ പത്തനാപുരത്ത് ഇത് പറയണം, അമേരിക്കയിൽ ഇത് പറയണം. സ്തോത്രം. പുനലൂരും മുളപ്പൊടിയിലും തിരുവല്ലായിലും കുമ്പനാട്ടും ഇത് പറയണം. കാനഡയിലും ഓസ്ട്രേലിയയിലും അമേരിക്ക ചെല്ലുമ്പോൾ ഇത് പറയണം. മരുന്നെടുക്കുന്നത് പാപമാണെന്ന് പറഞ്ഞ് കർത്തൃദേശത്ത് മുടക്കിയ വല്യപ്പൻ 5 വർഷം രഹസ്യമായിട്ട് തൊട്ടിനകത്ത് മരുന്ന് വെച്ച് കുത്തി. പേര് പറയരുതേ. അപ്പൊ നമുക്കെന്തു ആകാമോ? ഇവിടെ ആവരണപ്പെടുന്നവർക്ക് കർത്തൃവേശ കൊടുക്കാത്ത അമേരിക്കയിൽ നിന്ന് സായിപ്പം മാറാമേ തോടായി ഗുണതുമല്ല തൂക്കി ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ശരി ഭക്ഷണം തിന്നുമ്പോൾ ഇവിടെ ഈ ഉപദേശം പറഞ്ഞാൽ അവിടെ പറയണം, അല്ലെങ്കിൽ മിണ്ടാൻ പോകരുത്. ഞാന് അധികം വിവരിക്കുന്നില്ല. ദൈവത്തിന്റെ മകത്ത് ലേവിയെ പറ്റി പറഞ്ഞത് ഒന്നുകൂടെ വായിച്ച ലേവിയെ പറ്റി പറയുക. അപ്പനെ അമ്മയെ കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല. ഈ മോക്ക് ഒരു മൈക്ക് കൊടുക്കുകയാണെ ഉറക്കെ വായിക്കും, എല്ലാവരും കേൾക്കും. മോക്ക് ശരീരം അല്ലെ ശബ്ദമുള്ള ആൾ വായിച്ചു. സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല. പിന്നെ സ്വന്തം മക്കളെന്ന് ഓർത്തതില്ല. ശ്രദ്ധിച്ചേ അപ്പനെന്നും അമ്മയൊന്നും പ്രമാണം പറഞ്ഞപ്പോ ഓർത്തില്ല, ഓർത്തില്ല, സ്വന്തം മക്കളെന്നും ഓർത്തില്ല. എന്നെ സഹോദരന്മാരോട് പറയാ, പുൽപ്പിറ്റേ നിൽക്കുമ്പോൾ ഉപദേശം പറയുമ്പോൾ അപ്പന ഉപ്പാപ്പന കൊച്ചപ്പന അമ്മാച്ചന അനുജന അവരിതൊന്നും പറയാൻ അത് പറഞ്ഞ് നിൽക്കരുത്. ഇത് സെക്രട്ടറി ട്രഷറർ കൗൺസിലർ മെമ്പർ കുന്ത ഇതൊന്നും പറയരുത്. ഇത് ദൈവത്തിന്റെ വചനം തീർത്ത് പറയണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല, എല്ലാവരും ചിലപ്പോൾ കൈയടിച്ചെന്ന് വരുന്നില്ല, എല്ലാവർക്കും സമ്മതം വന്നെന്ന് വരികയില്ല. പക്ഷെ സ്വർഗം പ്രസാദിക്കും. ഇവിടെ ചിലപ്പോൾ പ്രതിഫലം പറയും, ഇവിടെ എല്ലാവരും കൈതരത്തില്ല. പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ കൈതൊന്ന് സ്വീകരിച്ച് നിനക്ക് പ്രത്യേക സ്ഥലത്തിരുന്നു. അപ്പനെന്ന് പറഞ്ഞൊന്നും ഓർത്തില്ല, സഹോദരന്മാരൊന്നും ഓർത്തില്ല. അവൻ എന്തുവാ അടുത്ത വാക്യമാ, നിന്റെ വചനം അവർ പ്രമാണിച്ചു. പിന്നെ നിയമം കാത്തു. വചനം പ്രമാണിച്ചു, നിയമം. ഇന്ന് രാത്രി വചനം പ്രമാണിക്കുന്ന, നിയമം കാക്കുന്ന, അവൻ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്ന നിനക്ക് ദൈവം അനുഗ്രഹം വെച്ചിട്ടുണ്ട്. എന്ന് വചനത്തോടെ വരുന്ന അടുത്ത വാക്യമായി
ഒന്നുകൂടെ വാക്യം വായിച്ചാൽ ദേവദാസി. അവർ യാക്കോബിന് നിന്റെ വിധികളും പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ അമ്മയെ നിർത്തണേ, ബാക്കി പിന്നെ വായിച്ചെന്ന് പറയുമ്പോ അവർ ഇസ്രായേലിന് നിന്റെ ചട്ടവും ന്യായപ്രമാണവും ഉപദേശിക്കും. 49-ാമത്തെ ആയത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ അപ്പച്ചൻ പോകാൻ നിർത്തി പ്രാഗിയച്ചാ പോകുന്നത്. ഇവന്റെ യോഗത്തിന് ചേരരുത്, ഇവന്റെ കൂട്ടായ്മയ്ക്ക് പോകരുത്. എന്നാൽ ആ ശാപത്തെ ദൈവം അനുഗ്രഹമാക്കി തീർത്തു. സമയം തക്കത്തിൽ ഉപയോഗിച്ചത് കൊണ്ട് 34-ാമത്തെ ആയത്തിന്റെ 30 അപ്പനെ നാറ്റിച്ചെന്നാണ് എഴുതിയത്. പക്ഷെ ഇവ സമയം തക്കത്തിൽ ഉപയോഗിച്ചപ്പോൾ ആ നാറ്റത്തെ ദൈവം സുഗന്ധമാക്കി. ഇന്ന് രാത്രിയിൽ എന്റെ സഹോദരന്മാരോടും ദൈവമക്കളോടും ഓർപ്പിക്കട്ടെ, സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ നാറ്റത്തെ സുഗന്ധമാക്കി ദൈവം തീർക്കും. നിന്നെ അടുപ്പിക്കത്തില്ല, കേട്ടത്തില്ല, ഇരുത്തത്തില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവത്തിന്റെ മാറ്റം. സൂത്രവിദ്യ ഒന്നും മറക്കണ്ട, സൂത്രവിദ്യ ഒന്നും മറക്കണ്ട, തന്ത്രങ്ങളൊന്നും മറികണ്ട. ദൈവസന്നിധിയിൽ അനുദപിച്ച് സമയം തക്കത്തിൽ ഉപയോഗിച്ച് ദൈവം വായി തുറക്കും. ഇവന്റെ യോഗത്തിന് ഞാൻ നമ്മുടെ യോഗത്തിന് വിളിക്കരുതെന്ന് പറഞ്ഞപ്പോ എല്ലാരും ഓർത്ത് ഇതുപോലെ തീർന്നെന്ന് അവമുട്ടാൽ നിന്ന് പ്രാർത്ഥിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോ മോശയെ കൊണ്ട് ദൈവം പറഞ്ഞിരിക്കുക, പിന്നെ 11 ഗോത്രക്കാരും ദേവിയുടെ എടുക്കത്തില്ല, അവൻ നിങ്ങളെ ഉപദേശിക്കും. എന്റെ ഭാഷ പറഞ്ഞ യോഗത്തിന് വിളിക്കാതെ കേൾക്കാതെ വരുന്ന സഹകരണ എന്തോ ചെന്ന് ചോദിക്കാം, മാസ്റ്റർ മറ്റേ കാര്യം എങ്ങനെ അവിടെ നല്ല ഉപദേശം കൊടുക്കണ്ടേ? പുരോഗമൻ സൈന്യങ്ങളുടെ അവിടെ നൂതനായാൽ അവന്റെ അകലം പരിജ്ഞാനം കൂട്ടി വെക്കുന്നത് ഉപദേശം അവനോട്. ഇപ്പൊ ലേവിയാ ഉപദേശിക്കുന്നത്. യോഗത്തിന് കയറ്റരുതെന്ന് പറയണ, അവന്റെ യോഗത്തിന് പോകരുതെന്ന് പറയണ. ആ ശാപത്തെ അനുഗ്രഹമാക്കി. മാത്രമാണ് അടുത്ത വാക്യം വായിച്ചാമേ. അടുത്തത് അവന്റെ ദാനത്തെ ദാനത്തെ അനുഗ്രഹിച്ചു. നിർദ്ദിക്ക് ദാനത്തെ അനുഗ്രഹിച്ചു. ഒരു സാധാരണ രീതി ചിന്തിച്ചാൽ 12 ഗോത്രമാണ്. ഇന്നത്തെ രീതി വെച്ചൊരു ഉദാഹരണം, 100 രൂപ കിട്ടിയാൽ ദശാംശം എത്രയാ? അതുപോലെ പുതിയ നിയമത്തിൽ ദശാംശമല്ല ഓഹരിയ നടപടിക്കത്തിന് അത് പറഞ്ഞ് നെഞ്ചിനുവേദനയൊന്നും ഉണ്ടാകണ്ട, ദശാംശം അങ്ങ് എടുത്തു. അപ്പോൾ കാരണം ലേവി പ്രമാണമല്ലേ, 100 രൂപ കിട്ടിയാൽ കൊണ്ടുവരേണ്ടത് 10. അപ്പോൾ ലേവിയെ മാറ്റിയാൽ പോയിട്ട് 11 ഗോത്രം. ആ 11 ഗോത്രം 100 രൂപ വെച്ച് അവരുടെ ദശാംശം കൊടുത്താൽ എന്റെ ഭാഷ മേശപ്പുറത്ത് എത്ര രൂപ വരും? 110. നൂറ് രൂപയ്ക്ക് 10 രൂപ ദശാംശം. അങ്ങനെ അങ്ങനെ ആ ദശാംശം കൊടുക്കുന്ന സഭയിൽ എനിക്ക് വന്നത് നല്ല സഭയല്ല. 110 ഈ കൊടുത്തവന്റെ കയ്യിൽ ഇപ്പൊ എത്രയുണ്ട്? 90. ലേവിയുടെ കയ്യിലോ? മോശ പറഞ്ഞ അവന്റെ ധനത്തെ അനുഗ്രഹിച്ചേരാണ്. എന്റെ ഭാഷ പറയാമേ, ഈ ഉപദേശത്തിനും പ്രമാണത്തിനും വേണ്ടി ഞാൻ നിങ്ങളും വിശ്വസ്തയോടെ നിന്നാൽ ഈ ഇരിക്കുന്നിടത്ത് ദൈവം കൊണ്ട് തരും. സെന്ററിന്റെ സഹായത്തിനും പോകണ്ട, അമേരിക്കക്കാരനെയും വിളിച്ച് ചോദിക്കണ്ട, പേർഷ്യക്കാരനെയും വിളിച്ച് ചോദിക്കണ്ട, അക്കൗണ്ട് നമ്പരും കൊടുക്കണ്ട. പിന്നെ ഇപ്പോണ്ടിൽ ഇങ്ങനെ കാണിക്കുമ്പം വരുന്നത് എന്താണ് പറഞ്ഞത്? എന്താണ് ചുമ്മാ അനുഭവത്തിന്റെ വെളിച്ചത്തിലാ പറയുന്നത്. മുഴങ്കാലിൽ ഇരുന്നാ മതി, നീ ഇരിക്കുന്നിടത്ത് ദൈവം കൊണ്ട് തരും. നിന്റെ ധനത്തെ ദൈവം അനുഗ്രഹിക്കും. ദൈവം വിശ്വസ്തനാണ്, ശാപത്തെ അനുഗ്രഹമാക്കും. ഇത് രാത്രി ഓടി അവസാനിപ്പിക്കാം. സമയം തക്കത്തിൽ ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, 1 ശാപത്തെ അനുഗ്രഹമാക്കി, 2
ദുർഗന്ധത്തെ സുഗന്ധമാണ്. 3, ഇവന്റെ ധനത്തെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് രാത്രി എന്റെ കൂട്ടുവേലക്കാരോടും ദൈവമക്കളോടും പറയട്ടെ, സമയം തക്കത്തിൽ ഉപയോഗിച്ചു. നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. നിന്റെ ഞെരുക്കത്തെ ദൈവം മാറ്റുന്നു. നിന്റെ ശാപത്തെ ഇന്ന് രാത്രി അനുഗ്രഹമാക്കി തീർക്കും. ദുർഗന്ധത്തെ ഇന്ന് രാത്രി ദൈവം സുഗന്ധമാക്കി തീർക്കും. നിന്നെ നിന്ദിച്ച് പരിഹസിച്ചവരാണെങ്കിൽ ദൈവം നിന്നെ ഉയർത്തും. നമ്മളെ ഭയക്കുന്നവർ കണ്ട് രക്ഷിക്കേണ്ടത് ദൈവം നന്മയ്ക്ക് അടയാളം നൽകും. ഇന്ന് രാത്രി വിശ്വസിച്ച് സ്തോത്രം ചെയ്യാൻ. ഈ രാത്രി വന്നത് വൃഥാവല്ല, നഷ്ടമല്ല. നിന്റെ കെടുതികളെ ഇന്ന് രാത്രി ദൈവം മാറ്റുന്ന രാത്രിയാ. ഈ രാത്രി അനുഗ്രഹത്തിന്റെ മാറി ദൈവം ചൊല്ലിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ദുർഗന്ധം സുഗന്ധമായി തീരട്ടെ. ഓരോ ശാപത്തെ ദൈവം അനുഗ്രഹമാക്കട്ടെ. നിന്റെ ധനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ധനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. പണികളെ തുറക്കട്ടെ. ദൈവം തുടങ്ങാൻ ആരും മുടക്കത്തില്ല. ദൈവം മുടക്കാൻ ആരും തുറക്കത്തില്ല. ആരും മുടക്കാതെ തുറക്കുകയും ആരും തുറക്കാതെ മുടക്കുകയും തോന്നുന്നുണ്ടോ? യേശുവിന്റെ നാമത്തിൽ വന്നതുപോലെ പോകരുത്. നിന്റെ ദുർഗന്ധത്തെ ഇന്ന് രാത്രി സുഗന്ധമാക്കുന്ന രാത്രിയാ. ശാപത്തെ ഇന്ന് രാത്രി അനുഗ്രഹമാക്കും. എല്ലാ കെട്ടിടങ്ങളും ആദ്യം മൂടാപാലം പൈനക്കാട്ട തീരത്താറ മൂടപാലം കൂടമുള്ള വേലക്കാട്ട തീരത്താറും തീരപാല പൈനപാല പൈനക്കാട്ട കൂടപാല തീരപാല തീരപാല കൂടപാല തീരപാല തിരിമിരി തീരപാല പടപാല തീരപാല കൂടപാല പൈനപാല വേഗപാല തീരപാല കൂടപാല യേശുവിന്റെ നാമത്തിൽ ഇടവന ദുരിതമടപടമല്ല അങ്ങൾ ഇടവനമടപട ദുരിതമടപട ഇന്ന് രാത്രി വിടുതൽ വെളിപ്പെടട്ടെ. എല്ലാ പോളികൾ ഇന്ന് രാത്രി കഴിയട്ടെ. ദൈവശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ഒടിക്കത്തക്ക വിധത്തിൽ വൈരി അതിന്റെ അണിയറകളിലും വൈതലുകൾ ഒരുക്കി. പത്രത്തിൽ ഫോട്ടോ പോലും വന്ന് ആ വിധത്തിൽ വിലാപപ്പത്തിന് മാത്രമല്ല അവൻ അലമുറയും നിലവിളിയും ഉയർത്തുവാൻ വൈരി നിനക്കെതിരെ പണിയിരുന്നു. എന്നാൽ പ്രാർത്ഥനയുടെ ആ ജാഗരണത്തിന്റെ പിൻബലം നിനക്കുണ്ട്. ഇന്ന് രാത്രി വീണ്ടും അത് മനസ്സിലാക്കി ഞാൻ ഉദ്ദേശിക്കുന്ന അളവിൽ മുൻപോട്ട് വരുവാൻ ദൈവാത്മാവ് ദൂരെ പറയുകയാണ്.
ആള് മാറിയവനെ പോലെ പ്രകൃതി മാറ്റി പ്രകൃതം മാറ്റി ആദരിക്കുവാൻ ഇന്ന് രാത്രി വിശ്വസനെന്ന് ആത്മാവ് ദൂരെ പറയുകയാണ്. പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുമായി ഒന്നിച്ചൊരു കൂട്ടായ്മയിൽ ആരാധനയിൽ ഇരിക്കുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂരെ പറയുകയാണ്. എന്റെ ജനം ബലപ്പെടുക, എന്റെ കെടുതികളെ വിശ്വാസിക്കുന്നു. അതിൽ തള്ളി തിറയിടുവാൻ, അത് മുട്ടിന് വേദനയാക്കി അസ്ഥി പോലും ഒളിപ്പിച്ച് അഡ്മിറ്റ് ആക്കുവാൻ ഓർക്കുന്ന ദുഷ്ടശക്തി കൊണ്ടെന്ന് ആത്മാവ് ഇന്ന് രാത്രി ദൂരെ പറയുക. രാവിലെ എഴുന്നേൽക്കുവാൻ കഴിയാതെ കാല് കുത്തി തറയിൽ പോലും നടക്കാതിരിക്കത്തക്ക വിധത്തിൽ ശത്രു തന്ത്രങ്ങൾ മെനയുമ്പോൾ ആത്മശക്തിയോടെ ആത്മബലത്തോടെ മുന്നേറുവാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂരെ പറയുക. പക്ഷി പറക്കുന്നത് പോലെ ആത്മാവിൽ പറന്ന് ആരാധിക്കുവാൻ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ ജനത്തോട് ദൂരെ പറയുക. എതിരുകളും പ്രതികൂലങ്ങളെ അനുകൂലമാക്കി ഞാൻ പുത്തൻ വഴികളെ തുറക്കാൻ പോവുക. കൂടാപാര പരീക്ഷ അങ്ങോട്ട് കേൾക്കത്തില്ല, പേരെയും പേപ്പറും എടുപ്പിക്കത്തില്ല എന്ന് വാദിക്കുന്ന ശക്തി നിരക്കെതിരെയുമുണ്ട്. അതിന്റെ പോലികളെ സ്പർശിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ വിടുതൽ വെളിപ്പെടുത്തി അടുത്തയാഴ്ച കടത്തി അപ്പം യേശുവും യാക്കോബും തമ്മിൽ ഉടക്കമുണ്ടായി. നിങ്ങൾക്കറിയാം. ഒടുവിൽ യാക്കോബ് വീട് വിട്ടു ഓടി ഓടി അങ്ങ് പതനാരാമിൽ ചെന്നു. നല്ല ഓട്ടക്കാരനാണ്. അവിടെ ചെന്ന് ഇടയ്ക്കൊരു സ്ഥലത്ത് കിടന്നുണങ്ങി. അറിയാവുന്നു. അങ്ങ് ചെന്ന് പുള്ളി കിണത്തിങ്കരല്ല അവിടെ പമ്മിരിക്കുക. എന്നിട്ട് അവിടെ ചില പ്രശ്നമുണ്ട്. പുള്ളി ഏത് കേസ് കൊടുക്കുന്ന ആളാണ്. കേസ് കൈകാര്യം ചെയ്തു. പെൺപിള്ളേര് വീട്ടിൽ ചെന്ന് പറഞ്ഞു, അപ്പച്ച ഒരു പാസ്റ്റാണെന്ന് തോന്നുന്നു, പഞ്ചായത്ത് മെമ്പറിന്റെ അവിടെ. അപ്പം തരം ചോദിച്ചു, പുള്ളി ആരാ? പരസ്യോമത്തിന്റെ ആളാണ്. അപ്പച്ചൻ പറഞ്ഞു, വിളിച്ചോണ്ട് വരാൻ മേലായിരുന്നു. ഓ, അത് KG ആണോ IPC ആണോ എന്നറിയാതെ കൊണ്ടുവന്നിട്ട് പിന്നെ സമയം കൊടുത്തില്ലെങ്കിൽ അപ്പച്ചൻ പറഞ്ഞു, ഞാനൊന്ന് പോയി നോക്കട്ടെ. അപ്പച്ചൻ വന്നപ്പം ആള് ഉഷാറായി. അന്നാലും ഒരു ഉമ്മ കൊടുത്തു. പിന്നെ അവിടെ മുതൽ ഉമ്മയായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയി. എന്തായാലും കൊള്ളാം. ചില വർഷം അവിടെ താമസിച്ചു. 2 ഭാര്യയും 2 ദാസി, റാഗേൽ, ലേയായും ബിൽഗേഷിൽ പോയി. 7 വർഷം അവിടെ മാറി. ചേട്ടൻ ഏശാവ് കൊല്ലാൻ നിൽക്കുകയാണ്, ഉടക്കണം. അപ്പം ഇന്നത്തെ പോലെ മൊബൈൽ സിസ്റ്റമോ സംവിധാനമോ ഒന്നും ഇല്ലല്ലോ. എന്തിനാണ് ഇങ്ങനെ ഈ കാലയളവിൽ യാക്കോബിന്റെ അമ്മ റിബേക്ക മരിച്ചു. യാക്കോബിന് അമ്മയുടെ ശവസംസ്കാരത്തിൽ പങ്കുകൊള്ളാനൊത്തില്ല. അതീവ ദുഃഖമാണ്, ചരിത്രമാണ്. അവ യാക്കോബ് ആരാഞ്ഞു. എന്റെ അമ്മ റിബേക്ക അമ്മ മരിച്ച സമയത്ത് എന്റെ അമ്മയുടെ അടുത്ത് നിന്ന് ശുശ്രൂഷിച്ചത് ആരാന്ന് അന്വേഷിച്ചു. അപ്പോൾ അവര് പറഞ്ഞു, നിന്റെ അമ്മ മരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ശുശ്രൂഷയൊക്കെ ചെയ്ത് നീ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അടുത്ത് നിന്ന് സമീപത്ത് നിന്ന് ചെയ്ത ഒരു സഹോദരി ഉണ്ട്. ആ സഹോദരിയാണ് ചെയ്തത്. അവളുടെ പേര് ദെബോര. അവളെ യാക്കോബ് പറഞ്ഞു, എന്റെ അമ്മയെ എനിക്ക് ശുശ്രൂഷിക്കാൻ ഒക്കാഞ്ഞത് കൊണ്ട് ഞാൻ എന്തെങ്കിലും മടങ്ങി അങ്ങ് ബഥേലിൽ ചെല്ലുമ്പോ, വീട്ടിൽ ചെല്ലുമ്പോ എന്റെ അമ്മയെ ശുശ്രൂഷിച്ച ആ മാന്യ സഹോദരി മരിക്കുന്ന സമയത്ത് ഞാനായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതൊക്കെ നല്ല തീരുമാനങ്ങളാണ്. നിങ്ങളുടെ അപ്പനെ അമ്മയൊക്കെ അന്വേഷിച്ചവരും സഹായിച്ചവരും ഒന്നും മറക്കരുത്. അപ്പന്റെ കൂട്ടുകാരനെ മറക്കരുത്. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു മുട്ടായി തന്നിട്ടുണ്ടെങ്കിൽ നന്ദി വേണം. ഞാനൊരിക്കലേ അത് സ്ഥലമൊന്ന് പറയാം. അമേരിക്ക ചെന്നപ്പോൾ വേറൊരു ദൈവദാസനെ പറ്റി 2 പേരിന്ന് പറയുന്നു. ഞാനിപ്പോൾ ഇരിപ്പുണ്ട്. എന്നോടല്ല പറഞ്ഞത്. അയാൾ പിന്നെയും വന്നു. ഞാനൊന്നും വേണ്ടി കേട്ടു. പിന്നെ വേറെ കുറെ കാര്യമൊക്കെ പറഞ്ഞു.
അന്ന് ഇപ്പൊ പൊതുവെ പറയുന്നില്ല. വൈകിട്ട് ശുശ്രൂഷയ്ക്ക് ഞാൻ എഴുന്നേറ്റ് ദൈവവചനം പ്രസംഗിച്ച് വന്ന വഴിക്ക് ഒരു ചാല് കിട്ടി പറയാൻ വന്ന വഴി കിട്ടിയതാ. പറഞ്ഞവരുമുണ്ട്. ഞാൻ ചോദിച്ചു അവനോട്, അല്ലെങ്കിൽ പൊതുവിൽ നീ എങ്ങനെ അമേരിക്ക വന്നു? അവൻ പറയുമോ വന്നത് ചരിത്രം? ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ പറഞ്ഞു, നീ അവളെ കെട്ടിയത് കൊണ്ട് മുമ്പേ ഗമിച്ചതിനെ ബോബ് തന്നെ നീയും വന്നു. അവൾ അങ്ങനെ വന്നു. അവള് വന്നത് അവിടെ ചേരുത്തി വന്നപ്പം കൊണ്ടുവന്നു. അറിയാമല്ലോ ചേരുത്തി എങ്ങനെ വന്നു? ചേരുത്തി അപ്പനും അമ്മയും ഇവിടെ അതിന് മുമ്പ് വന്ന് അങ്ങനെ വന്നതാ. ഇവർക്ക് അന്ന് പ്രായമല്ലോ. അപ്പനും അമ്മയും എങ്ങനെ ഇവിടെ വന്നു? അത് ആ തള്ളയുടെ അനിയത്തി നേഴ്സിംഗ് പഠിക്കാൻ നോർത്ത് ഇന്ത്യയിൽ പോയി പഠിച്ച് അവിടെ കൂട്ടുകാരി ന്യൂയോർക്ക് വന്ന് ചരിത്രമൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് കൂട്ടുകാരി വന്നപ്പോ അവള് ഒരു ലെറ്റർ ഒപ്പിച്ചു കൊടുത്ത് എവളവിടെ വന്ന് പമ്മി. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലേ? ആ കൂട്ടുകാരി എങ്ങനെ വന്നു? അതിപ്പോ പൊതുവെ പറയുന്നത് ഓരോരുത്തരും വന്ന വഴികളാണ്. അതുകൊണ്ട് അഹങ്കാര വർത്താനമൊന്നും പറയുന്നത്. പണ്ട് ഒരു മരുമകളും അമ്മയും കൂടെ വഴക്കുണ്ടാക്കി, അമ്മായിയും മരുമകളും കൂടെ. അപ്പൊ മരുമകളെ പറഞ്ഞു, നാളെ കൂടുതൽ ചാടരുത്. നിങ്ങൾ 20 കൊല്ലം മുമ്പ് ഇവിടെ വന്നു, ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നു, നമുക്കൊരു ധാരണയിൽ പോകണം. നമ്മൾ രണ്ടുപേരും ഈ തന്നെയല്ല ഇവിടെ. എന്റെ വരുമാനത്ത് അങ്ങനല്ലേ? എന്നെ സത്യം പറയാനേ അങ്ങനല്ലേ? അമ്മ പേരെന്ന മോളിമാമ സത്യം, മോളിമാമ സത്യം പറയുന്നത് എനിക്കറിയാം. അങ്ങനല്ലേ മോളിമാമ? അതാ അതിന്റെ സത്യം. നിങ്ങൾ 10-15 കൊല്ലം മുമ്പ് ഇവിടെ വന്നു, ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നു, നമുക്ക് ഈ അടുക്കളയെ വെച്ച് ഒരു ധാരണ ഉണ്ടാകണം. എന്ത് ഭദ്രമായിട്ടാ കുടുംബ ജീവിതം പോകുന്നത്? അല്ല, ചിലർക്ക് അങ്ങനെ ഉണ്ട്. സങ്കടത്തോടൊരു കാര്യം പറയാം. ഒരു മാന്യ ദൈവരാശനും അവരുടെ വണ്ടിയെ എന്നെ കൊണ്ടുപോവുക അമേരിക്കയില്. അവര് ദുഃഖത്തോടെ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരെയും നല്ല മനുഷ്യരാണ്, ദൈവം കരുണ ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരുവാൻ ഇടയായി. ആ വായി തന്നെ പറയുക, എല്ലാവരും വന്ന് കാക്കക്കേടുമൊക്കെ മാറി. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും പ്രായമാവും, ഒരെണ്ണം വിളിച്ചു പോലും ചോദിക്കുകയല്ല, ഉണ്ടോ, ജീവനോടുണ്ടോ, എങ്ങനെ ഉണ്ട്, കടുകയില്ല. അത് പറയുമ്പോ ആ മാന്യ ദൈവദാസന്റെ കണ്ണിൽ കൂടെ പടുപടാന്ന് കണ്ണീർ ഒഴുകി. ഞാൻ സമാധാനം പറഞ്ഞു. അതിലുപരി ഇവരാരും വരാതെ വിളിക്കാതെ ഇരുന്നത് കൊണ്ട് ഇദ്ദേഹവും ഈ ദൈവദാസിയും കൂടെ അതിലൊരു കുടുംബത്തിൽ നിന്ന് അവരെ കാണാൻ ചെന്നു. ചെന്നപ്പോഴ് ചോദിച്ചു, മോൻ എന്ത് ചെയ്യണം? അന്നേരം അപ്പനും അമ്മയും പറഞ്ഞ അവൻ ഇവിടെ ഇല്ലെന്ന്, അവൻ മേളിലുണ്ട്. ഇവരെ കാണാൻ പോലും ഒന്നിറങ്ങി. അതുപോലത്തെ ചീത്ത സ്വഭാവമുള്ള ആൾക്കാരുമുണ്ട്, എന്നാൽ നല്ല മനുഷ്യരുമുണ്ട്. രണ്ടു വശമുണ്ട് കേട്ടോ. നമുക്ക് സഹായം ചെയ്തവരെ ഒരു മുട്ടായി നന്നെങ്കിൽ നന്ദി ഉണ്ടായിരിക്കണം. ചിലപ്പോൾ തിരിച്ചു കൊടുക്കാൻ നമുക്ക് ഒത്തൊന്നും വരികയല്ല, പക്ഷെ നന്ദി വേണം. ഞാൻ ഈ സഹോദരനൊക്കെ അറിയാം. യാത്ര പോകുമ്പോൾ ഞാൻ പറഞ്ഞു, വണ്ടി വിടുന്നത് ഇവിടെ ഒരു അമ്മയുണ്ട്, എനിക്കൊന്ന് കാണണം, കയറി കാണും. അപ്പൊ ചിലപ്പോൾ അത്യാവശ്യത്തിനായിരിക്കും വന്നത്, കാരണം അതിനായിട്ട് ചിലപ്പോൾ ഒത്തൊന്നും വരികയല്ല. അപ്പൊ എന്നോട് ചോദിക്കും, അതിന് ഞാൻ പറയും, ഈ അമ്മ എനിക്ക് പണ്ട് ചോറ് തന്ന അമ്മയാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു സൗണ്ട് ചോദിക്കും, ഇതിനു വേണ്ടി ചോറ് തിന്നത്? കാരണം മിക്കപ്പോഴും പ്രായമുള്ളവരെയൊക്കെ കാണാൻ പോകും, പോയി നേരമൊക്കെ ഇരിക്കും. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. സന്തോഷം, നന്ദി വേണം. ഞാൻ എപ്പോഴും ഓർക്കും, എനിക്ക് ആദ്യമായിട്ടൊരു ടോർച്ച് കിട്ടിയത്
34 വർഷം മുമ്പ് വാഗത്താനത്ത് ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നതിന് തൊട്ടടുത്ത് വീട്ടിൽ കുമ്മക്കുളത്തെ മേരി കൊച്ചമ്മയുടെ ഇളയ മകൾ കൊച്ചുമോള് അന്ന് ഗൾഫിലാണ്. അപ്പോൾ ഒരിക്കൽ ഞാൻ ബൈബിൾ സ്കൂളിൽ ഇങ്ങോട്ട് വരുമ്പോൾ കൊച്ചമ്മ ചട്ടയും കൊണ്ട് നല്ലൊരു അമ്മയാണ്. ഇവിടെ ഞാൻ കണ്ടു. അപ്പോൾ കൊച്ചമ്മ അവിടെ വന്ന് വെച്ചാൽ എന്നെ കൈയാട്ടി വിളിച്ച് വരാൻ പറഞ്ഞു. ഒരു പൊതി തന്നു. ഞാൻ ചോദിച്ചപ്പോൾ ഇത് കൊച്ചുമോള് തന്നതാണ് ഒരു ടോർച്ച്. അനീഷ് എവിടെയൊക്കെ പോകുമ്പം അപ്പൊ ഞാൻ പൊതി നോക്കിയപ്പോൾ നിങ്ങൾ മഞ്ഞ കളറാണ്, ഇത്രയും വലിയ കൂടുതൽ മഞ്ഞ കളർ, ഒരു വള്ളിയുണ്ട് പിടിക്കാൻ. അങ്ങനത്തെ ഇതുപോലെ വണ്ടിയൊന്നും ഇല്ലല്ലോ ടോർച്ച് അടിക്കാൻ. ഇപ്പോഴും അതിന്റെ കളറും തന്നതും ഒക്കെ ഓർക്കാറുണ്ട്. അത് കഴിഞ്ഞ് എനിക്കൊരു ടോർച്ച് തന്നതാണ്. ഉച്ചയ്ക്ക് ആ ടോർച്ച് മാത്രമേ തരുന്നുള്ളൂ. അങ്ങനെ ചോദിക്കരുത്. വാഗതാനത്തെ വള്ളാകടവിലെ സന്ധിച്ചായത് തങ്കമാമ്മയുടെ മകൾ സ്മിത ഇപ്പൊ കുവൈറ്റിലുണ്ട്. അത് തന്നത് എനിക്ക് കുമ്മംകുളത്തുകാർ തന്ന കുറച്ച് ഒരു ഭാഷ കൊടുത്തു. പ്രായമുള്ള അപ്പച്ചൻ യോഗ കഴിഞ്ഞ് കൈകിട്ടത്ത് പോകുമ്പോ ഞാൻ പുള്ളിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അത് കൊടുത്തതിന്റെ പിറ്റേ ആഴ്ച സ്മിത ഒരു ചുമന്ന ടോർച്ച അതിന്റെ ഇങ്ങനെ ഓടിക്കുന്നു. ഞാനൊരു അനുഭവം പറഞ്ഞതാണ്. അത് എത്ര അനുഭവങ്ങളാണ് നിങ്ങൾക്ക് വല്ല ഇത് പറയാറുണ്ട്. അപ്പൊ നമുക്ക് തിരിച്ചവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ദൈവസന്നിധിയിലും അവരോട് നന്ദിയുള്ളവരായിരിക്കണം. നമുക്ക് നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തിന് മഹത്വം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പെട്ടെന്ന് വന്ന് നടത്താം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ യാക്കോബ് പറഞ്ഞു, എന്റെ അമ്മയെ അടക്കിയ ശുശ്രൂഷിച്ച ആ സഹോദരിയെ ഞാൻ അടക്കും. അങ്ങനെ യാക്കോബ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ തന്റെ അമ്മയെ ശുശ്രൂഷിച്ച ആ സഹോദരി മരിച്ചു. ആ സഹോദരിയെ കൊണ്ടടക്കി. ആ സഹോദരിയുടെ പേര് ദബോര. വായിച്ച് 35:8 താറിഞ്ഞോട്ട് വരച്ചു. മോളെ ഇടത്ത് വശത്ത് മേളിൽ വായിരുമോളും അമ്മേ 30 മുഴുവൻ വായിച്ചൊന്ന് കേൾക്കട്ടെ. അത് 26 ആയോട് ദബോരയുടെ ധാത്രിയായ ദബോര മരിച്ചു. അവളെ ബേതേലിന് താഴെ ആരിമേക്കെ അടക്കിയ സ്ഥലത്താണ് ലപ്പീദോത്തിന്റെ ഭാര്യ ദബോര ചെയ്യുന്നത്. അവിടെ ഇത് ന്യായമാകല. ഇനി ഓടിച്ചങ്ങ് നിർത്താം. കിടക്കത്തൊന്നും പറയാൻ നേരമില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ സന്ദർഭത്തിൽ സീസര എഴുന്നേറ്റ് ജനത്തെ പീഡിപ്പിക്കുക. ബാലാക്കിനോട് ദൂത് പറഞ്ഞു, ദബോര സീസറിന് നിന്റെ കയ്യിൽ ദൈവം തരാൻ പോവാ. എല്ലാവരും പോയില്ല. 5-ാമത്തെ ആയത്തിന്റെ 6 മുതൽ വായിച്ച ഓടിച്ചു പോയത് അനാഥപുത്രനായ ഞങ്ങളുടെ നാളിൽ ആചാരം കാലത്ത് പാതകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വടികളിൽ കൂടെ നടന്ന് ദബോരയാകെ ഞാൻ ഇടയിലേക്ക് വരെ ഇസ്രയേൽ മാതാവായി ഇടയിലേക്ക് നാളെ വരെ നായകന്മാർ ഇസ്രയേലിൽ അജയത്തിലില്ല. അവർ നൂതന നിയമന്മാരെ വരിച്ചു. ഗോപുരദ്വാരത്തിൽ യുദ്ധം ഭവിച്ചു. ഇസ്രായേലിന് 40,000 മധ്യേ പരിചയം കുന്തവും കണ്ടില്ല. എന്നിട്ട് 13-ാം വാക്യം മുതൽ വായിച്ചേ. അന്ന് സേട്ടന്മാരുടെ യുദ്ധവും പടക്കിനെ വേണ്ടിക്കാട്ടിറങ്ങി വന്ന് വീരന്മാരുടെ മധ്യേ ഗോപുരം വേണ്ടിക്കാട്ടിറങ്ങി വന്നു. പിന്നെ അമാലിക്ക് വേറുള്ളവരും ബെന്യാമിനിന്റെ ജനസമൂഹത്തിൽ മാഗിയിൽ നിന്ന് അരിവന്മാരും സെബനൂരിൽ നിന്ന് നായക ദണ്ഡകാരികളും വന്നു. അടുത്ത വാക്യം ചാടി പുറപ്പെട്ടു. രൂപന്റെ നിർച്ചാലുകൾക്കെതിരെ അനവധി മനോഹരങ്ങളുണ്ടായി. ആട്ടിൻകൂട്ടങ്ങൾക്കെതിരെ പുലർത്ത് കൊടുക്കുവാൻ നീ തൊടുത്തുകൾ കിടക്കൽ താമസിച്ച് കിടക്കുന്നുണ്ട്. രൂപന്റെ നിർച്ചാലുകൾക്കെതിരെ അനവധി മനോഹരങ്ങളുണ്ടായി. അടുത്ത വാക്യം ഓടിച്ചു വായിച്ചു. യോർദാനക്കരെ പാത്തു കപ്പലുകൾ കരുകി. അടുത്ത വാക്യം അപ്പോൾ യോഗത്തിന് വരും. അനക്കമൊന്നുമില്ല. എന്നാലും വന്നിരിക്കുന്നല്ല വലിയ കാര്യം. അനങ്ങാതിരുന്ന അങ്ങനെ എങ്കിലും ഇരിക്കേ. അടുത്ത വാക്യം അല്ല അനങ്ങാതിരിക്കുക. അമ്മാമ്മ അടുത്ത വാക്യം വായില്ലേ. സെബനൂർ പ്രാണനെ തൊഴിൽ നഫ്താലി പോർക്കളമേടുകളെ തന്നെ. അടുത്തത് രാജാക്കന്മാർ വന്നു കൊടുത്ത് താനാക്കിൽ വെച്ച് വെക്കത്തോ വെള്ളത്തിനെ വന്നു കൊടുത്ത് വെള്ളി എന്നവർക്ക് കൊള്ളയായി തീർന്നു. താനാക്കിൽ വെച്ച് കൊടുത്തു. അടുത്ത വാക്യം ആകാശ നക്ഷത്രങ്ങൾ കൊടുത്ത് സീസണമായി സുഹൃത്തുക്കളിൽ പറയുന്നു. കീശോനോട് വിടാമെന്ന് ഞാൻ കീശോനോട് തന്നെ വരെ ഓടിക്കൊണ്ടുപോയി. നീ വെള്ളത്തോടെ നടപടില്ല. അടുത്ത വാക്യം അന്ന് വലുതാ
ശൂരമൃഗത്തിൽ കുതിരക്കുളമ്പുകൾ ഞാൻ പറയാം. ചുരുക്കി പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ എല്ലാവരും പോയില്ല. മണിക്കൂറെടുത്ത് പറയേണ്ടതാ. രൂപൻ കണക്ക് കൂട്ടിയിരിക്കുക. രൂപന്റെ നീർച്ചാലുകൾക്കെതിരെ കനവേറിയ യോഗം വെച്ചാൽ വരികയല്ല. പുള്ളി കണക്ക് കൂട്ടും. നമ്മൾ ഈ യോഗത്തിൽ പോയാൽ നമുക്ക് എന്നാ ലാഭം? നമ്മൾ വണ്ടി എടുത്താൽ ചിലപ്പോൾ അപ്പുറത്തെ തങ്കച്ചായനൊക്കെ വരാൻ സാധ്യത ഉണ്ട് നമ്മുടെ വണ്ടിയിൽ. അപ്പൊ നമ്മൾ പെട്രോൾ അടിക്കണം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് യോഗത്തിന് പോകണ്ട. കനവേറിയ മനോഹരമാണ്. ആശാന സമുദ്ര തീരത്ത് പുള്ളി യോഗത്തിന് വരും. ഒരാൾക്കോ ചുരുക്കി പറഞ്ഞ എബ്രാഹിമിന്റെ പേര് അമാലേക്കിലാണ്. ജഡത്തിന് നിന്ന, ജഡത്തിന് മോഹം എല്ലാത്തിനും അറിയാമല്ലോ. ചുരുക്കി പറഞ്ഞ് ഇങ്ങനെ ഒഴിവുകേണ്ടി പറഞ്ഞു പോയപ്പോൾ സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം. സെബുലൂനും നഫ്താലിയും സമയത്തിൽ ഉപയോഗിച്ചു. സെബുലൂനും നഫ്താലിയും പറഞ്ഞു നമുക്ക് യുദ്ധത്തിന് പോകാം. കാരണം രണ്ടുപേരും ഒന്ന് ദാസികളുടെ മകനും ഒന്ന് അനിഷ്ടയുടെ മകനുമാണ്. സെബുലൂനും 30:7 വായിച്ച ഉൽപ്പത്തി ഓടിച്ച് വായിച്ചേ. ഉൽപ്പത്തി 30:7, ഉൽപ്പത്തി 30:19. പെട്ടെന്ന് വായിരും. 30:7. ആ പോർവരുത് ജയിച്ചു എന്ന് പറഞ്ഞവന് നഫ്താലി എന്ന്. ഇത് നഫ്താലി ദാസിയുടെ മകൻ. ഇനി 19 വാക്യം 30:19. അപ്പൊ ഇത് അനിഷ്ടയുടെ മകൻ. എല്ലാം വ്യാഖ്യാനിക്കുന്നത് ഒന്ന് ദാസിയുടെ മകൻ, രണ്ട് അനിഷ്ടയുടെ മകൻ. മക്കളൊക്കെ കൊലകൊമ്പന്മാരാ. പക്ഷെ അനിഷ്ടയുടെ ദാസിയുടെ മക്കൾക്ക് വലിയ താല്പര്യവും മാന്യതയൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് സെബുലൂനും നഫ്താലിയും പറഞ്ഞു നമുക്ക് സമയം തക്കത്തിൽ ഉപയോഗിക്കാം. സെബുലൂന്റെയും നഫ്താലിയുടെയും കുഞ്ഞുമായിട്ട് വെളിയിലോട്ടൊന്ന് പോകും. അങ്ങനെ തള്ളുകയും തിരുത്തി ഒന്നും ചെയ്യരുത്. എന്തെങ്കിലും അസ്വസ്ഥത കാണും. അതിനെ ഉപദ്രവിക്കരുത്. അപ്പൊ ശ്രദ്ധിക്കുക, സെബുലൂനും നഫ്താലിയും ദാസികളുടെയും അനിഷ്ടയുടെയും തലമുറയാ. അവര് പറഞ്ഞു നമ്മൾ അനിഷ്ടയുടെ മക്കളാ, ദാസികളുടെ മക്കളാ, ഇവരാരും നമ്മെ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് താബോർ മലയുടെ മുകളിൽ പോയി ദൈവത്തെ ആരാധിക്കാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എന്തിനെ നഫ്താലിയുടെ സെബുലൂന്റെ ആൾക്കാർ താബോർ മലയുടെ മുകളിൽ കയറി അവർ ദൈവത്തെ ആരാധിച്ചു. ചരിത്രം പറയുന്നത് ഇവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ നക്ഷത്രങ്ങൾ എഴുതി പൊരുതി എന്ന് പറഞ്ഞാൽ ഭൂമൻ ഇറങ്ങി ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ദൈവത്തെ ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ദൈവത്തെ ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ദൂതനെ ഇറക്കും. ഇവരെ താബോർ മലയുടെ മുകളിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ യുദ്ധം ചെയ്തു. ദൈവത്തെ ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. അവസാനിപ്പിക്കാം. ദൈവത്തിന് മകൾക്ക് ദൂതനിറങ്ങി പടപൊരുതി. അതുകൊണ്ട് സെബുലൂനും നഫ്താലിയും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഒത്തിരി വിസ്തരിക്കേണ്ടതാണ്. മാത്രമാണോ ദാവീദ് പെട്ടകം ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പം മിടുക്കന്മാരും ഉന്നതന്മാരും ഉണ്ട്. അവരെ ആരെയും കണ്ടില്ല. ആ പെട്ടകം കൊണ്ടുവന്നപ്പോൾ നഫ്താലിയും സെബുലൂനും അതിന് മുമ്പിൽ ദൈവത്തെ ആരാധിക്കാനുണ്ട്. 68-ാം സങ്കീർത്തനം 24 വായിച്ച പെട്ടെന്ന് 68-24. ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ട് എന്റെ ദൈവമായി രാജാവുമായി എന്റെ വിശുദ്ധ മന്ദിരത്തിനുള്ള എഴുന്നള്ളത്ത് തന്നെ സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ മുമ്പിൽ നടന്നു, തപ്പുകൊണ്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. അടുത്തത് സഭായോഗങ്ങളുടെ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ. അവിടെ അവരുടെ നായകരായ ചെറിയ ബെന്യാമീനും പിന്നെ സെബുലൂൻ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബുലൂൻ പ്രഭുക്കന്മാരും നഫ്താലിയും പെട്ടകം ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ സെബുലൂനും നഫ്താലിയും പെട്ടകത്തിന്റെ മുമ്പിൽ പാട്ടോടും നൃത്തത്തോടും ദൈവത്തെ ആരാധിക്കാറുണ്ട്. അവർ സ്വർഗം ഇത് കുറിച്ചു വെച്ചു. ഒന്ന് ദാസിയുടെ മകനാ, ഒന്ന് അനിഷ്ട. ലോകാനം ഇകഴ്ത്തി പറയുന്നതാണ്. പക്ഷേ സ്വർഗം കുറിച്ചു വെച്ച് ഒത്തിരി പറയാനുണ്ട്. നിങ്ങൾ തിരുവെടുത്ത് പഠിക്കുമ്പോൾ ഇവർക്ക് കൊടുത്ത സ്ഥലം അത്ര നല്ലതല്ല. അവകാശം ഹീരാമിന് വേണ്ട തടിയൊക്കെ കൊടുത്തു. ശലോമോൻ ഹീരാമിന് കാബൂൾ ദേശം ഇവർക്ക് കൊടുത്തതാ. അതില് ഹീരാമെന്ന് ചോദിച്ച സഹോദരനായി തെരഞ്ഞെടുത്തില്ല. കാക്കപ്പട്ടിക്ക് പോലും ശലോമോൻ പേര് നമ്മുടെ മോൻ നല്ല മോനെ
ആർക്കും വേണ്ടാത്ത സ്ഥലം കൊണ്ടുകൊടുത്തു. ഹീരാമാര, സോർരാജാവ്, സോർരാജാക്കന്മാർ ദേശത്തിലെ ധനവാന്മാരാ, കാശുകാരാ. അപ്പൊ സോർരാജാക്കന്മാർക്ക് കാശുണ്ട്, ശലോമോന് ജ്ഞാനമുണ്ട്. പക്ഷെ അപ്പൊ ജ്ഞാനബുദ്ധി കൊണ്ട് കാബൂൾ ദേശം 20 പട്ടണം കൊടുത്തു. ഗുണമുള്ള ഫലമല്ല. എന്നാൽ നിങ്ങൾ നിലവെടുത്ത് പഠിക്കുമ്പോൾ ഇവർക്ക് കിട്ടിയ അവകാശമൊക്കെ ഗുണമല്ലെങ്കിലും ഒന്ന് വരെ ദൈവത്തെ ആരാധിക്കാൻ പർവ്വതത്തിലുണ്ട്, 2 പെട്ടകം കൊണ്ടുവന്നപ്പോൾ സർവ്വതും മറന്ന് മുൻപിലുണ്ട്. അതുകൊണ്ട് നിങ്ങള് ദിവസം പഠിക്കുന്നവരെ ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തുവിന്റെ കന്നി പ്രസംഗം സെബുലൂന്റെ നഫ്താലിയുടെ അതിരിലാണ്. മത്തായി 4:12 മുതൽ താഴോട്ട് വായിച്ചാൽ കാണാം. മർക്കോസിന്റെ സുവിശേഷം 1:14 മുതൽ താഴോട്ട് വായിച്ചാൽ കാണാം. അത് ഗലീലക്കാരാ, ഗലീലയിലെ ദേശം. വായിച്ചു 4:12 അതിന് നേരെയുള്ള വായില്. ആ അടുത്തത് സെബുലൂന്റെ നഫ്താലിയുടെ അതിരുകളിൽ കിടന്ന്. അടുത്തത് സെബുലൂൻ ദേശവും നഫ്താലി ദേശവും ജാതികളുടെ ഗലീലയിൽ ഇങ്ങനെ ഇരുട്ടിരുന്ന ജനം വലിയൊരു സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ക്രിസ്തു, ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തു, ലോകരക്ഷിതാവാകുന്ന യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പെട്ടകത്തിന്റെ മുമ്പിൽ സർവ്വതും മറന്ന് പ്രാണനെ തെറ്റിച്ച് ഇവരിറങ്ങിയതുകൊണ്ട് രക്ഷകന്റെ ശുശ്രൂഷ ഇവരുടെ നാട്ടില. അവിടെ ഒരു പദം കണ്ടോ, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു എന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്ത ദേശമാണ് കാബൂൾ ദേശം. യെശയ്യാ 9 പഠിച്ചാൽ തിമിരം, അന്ധത, ഇരുട്ട് ഒക്കെ ഉള്ള ദേശമാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം. ഹീരാമിന്റെ സമ്പത്ത് കൊണ്ട് ഇരുട്ട് മാറ്റാനൊത്തില്ല. ശലോമോന്റെ ജ്ഞാനം കൊണ്ടും ഈ ഇരുട്ട് മാറ്റാൻ ഒത്തില്ല. എന്നാൽ ഇവിടെ ശലോമോനിലും വലിയവൻ, യോനയിലും വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ നസറേയനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ ലോകം മാറ്റാത്ത, ജ്ഞാനം കൊണ്ട് മാറ്റാൻ പറ്റാത്ത, സമ്പത്ത് കൊണ്ട് മാറ്റാൻ പറ്റാത്ത സകല കെടുതികളെയും മാറ്റി നിന്നെ ഉയർത്തുന്ന, ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തെ സ്തുതിക്കാം. ഇനി ധാരാളം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെങ്കിലും ഇത്രയും സമയം നിങ്ങളല്ല എന്നെ സഹിച്ച് കേട്ടിരുന്നതിന് ഒത്തിരി നന്ദി. എന്നെ ക്ഷണിച്ചതിന് നന്ദി. നിങ്ങൾ സഹകരിച്ചതിന് നന്ദി. എളിയവരെയും കുടുംബത്തെയും ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ടും അനേക ദൈവമക്കളെ പ്രാർത്ഥന കൊണ്ടാണ് ഇതുവരെ നിൽക്കുന്നത്. ഇനിയുമെല്ലാം നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വരവിനായി തുടങ്ങാം. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാണ്.